Good evening. Arif, Satish has not joined. Sir, Hello. John Jeter. Okay. Good evening, Mr. Satish, Managing Director of Institute of Banking Studies, and my faculty friends, Nathan sir and James sir, and Mr. Hari, I think Sharathi was also joined. And most importantly, all my friends from banking industry, officers and clerical staff, good evening once again. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ IBSന്റെ ഡയറക്ടർ അക്കാഡമിക്സ് ആണ്. എൻ്റെ പേര് സിയാദ് റഹ്മാൻ എന്നാണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് DGM ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ IBSുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് IBSന്റെ കൂടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. എന്തായാലും ഈ പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു വളരെ മികച്ച ഒരു 2024 ബെസ്റ്റ് 2024 ആശംസിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ JIB CIBയുടെ വിജയത്തിലായാലും ഞാൻ ഈ 2024 എല്ലാ ആശംസകളും നേരുന്നു. എന്റെ പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹവും ഈ 2024 മെയ് എക്സാമിൽ നിങ്ങൾ എല്ലാവരും JIB ക്ലിയർ ചെയ്യുകയും നവംബർ എക്സാമിൽ CIB ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ JIB എന്നുള്ള കോഴ്സിന്റെ വിജയം 2024 തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വേറെ നിങ്ങളൊക്കെ പലരും ഇപ്പോൾ പ്രൊമോഷൻ എക്സസൈസ് എല്ലാം മിക്ക ബാങ്കുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്കെയിലിലുള്ള പ്രൊമോഷൻ എക്സസൈസ് അതിന്റെ പാർട്ടായിട്ട് ആദ്യം പരീക്ഷ ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. പലയിടത്തും പരീക്ഷ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ചില ബാങ്കുകളിൽ ഇന്റർവ്യൂ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രൊമോഷൻ എക്സസൈസിൽ പങ്കെടുക്കുന്ന ആൾക്കാരും ഇന്ന് ഈ JIBയുടെ ഈ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടാവണം. അവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളെ തീരുമാനത്തെ JIB കോഴ്സ് ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇത്ര നാൾ ഞങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് JIBയുടെ അല്ലെങ്കിൽ CIBയുടെയും പ്രാധാന്യം, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയുന്നവരാണ്. ഒരു ചെറിയ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമയം ഉണ്ടായിരുന്നു അതായത് JIB CIB പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഓഫീസേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്ലറിക്കൽ ബാങ്കിങ് സ്റ്റാഫ് കമ്മ്യൂണിറ്റിയെ JIB CIB കംപ്ലീറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പർപ്പസ്, തീർച്ചയായും ഒരു ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന, അതായത് ഇന്ത്യൻ എക്കണോമി ആയാലും ബാങ്കിങ് സിസ്റ്റം ആയാലും പ്രൊസീജിയർ ആയാലും ഈ കാര്യങ്ങളിലൊക്കെ റൂട്ടീനായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നതിനുപരി ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവണം. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കണം ഈ ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ക്ലറിക്കൽ സ്റ്റാഫ് 2 ഇൻക്രിമെന്റ് ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് ആയിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. ആദ്യകാലങ്ങളിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ബുദ്ധിമുട്ടുമായിരുന്നു, പരീക്ഷ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ശരിക്കും പഠിക്കണം, ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് കുറച്ചുകൂടി മോഡറേറ്റ് സ്റ്റേജിലേക്ക് വന്നു. പിന്നീട് ഇപ്പോൾ പിന്നെയും ലാസ്റ്റ് ഇയർ തൊട്ട് കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടെ നോളജ് അക്വയർ ചെയ്യുന്ന രീതിയിലേക്ക് അത് ഈ JIB CIBയുടെ കരിക്കുലം അല്ലെങ്കിൽ സിലബസ് മാറി. അതിനും കാരണമുണ്ട്. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഈ JIB CIB കോഴ്സ് മൂലം, അതായത് അത് പഠിക്കുന്നത് മൂലം, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം ഒരു ബാങ്കിങ് സ്റ്റാഫ് അക്വയർ ചെയ്യുന്ന നോളജ് കിട്ടുന്നോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായി. അതായത് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പരീക്ഷയുടെ ഘടന അനുസരിച്ച് പലപ്പോഴും ഒരു സീരിയസ് പ്രിപ്പറേഷൻ വേണ്ടാതെ തന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ മാത്രം ഒരു പക്ഷേ JIB CIB ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ JIB CIB കോഴ്സ് കഴിഞ്ഞു വരുന്ന ബാങ്കിങ് സ്റ്റാഫിന് എത്രത്തോളം ഓരോ സബ്ജക്റ്റിൽ എത്രത്തോളം കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ IIBFും ബാങ്കിങ് ഇൻഡസ്ട്രിയിലെ ആൾക്കാരും എല്ലാം കൂടെ തീരുമാനിച്ചിട്ടുണ്ടാവണം നമുക്ക് കുറച്ചുകൂടി ഒരു ഇന്റൻസീവ് ആക്കണം കോഴ്സ്. കാരണം ലെറ്റ് പീപ്പിൾ ഹാവ് മോർ കൺസെപ്ച്വൽ ക്ലാരിറ്റി. അതായത് ഒരു JIB CIB ഉള്ള ഒരാളും JIB CIB ഇല്ലാത്ത ആളും തമ്മിൽ there should be a distinct difference. അതായത് കസ്റ്റമർ ബ്രാഞ്ചിൽ ഒരു ആവശ്യം, ഒരു ബാങ്കിങ് നീഡുമായിട്ട് ഒരു കസ്റ്റമർ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ, ഒരു ബ്രാഞ്ചിൽ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ സമീപിക്കുമ്പോൾ
അദ്ദേഹത്തിന് ആ കസ്റ്റമറുടെ എന്താണ് ആ കസ്റ്റമറുടെ നീഡ്, എന്താണ് ആ കസ്റ്റമറുടെ ക്വറി, എന്താണ് ആ കസ്റ്റമർ അറിയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ, കൺസെപ്റ്റൽ ക്ലാരിറ്റിയോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ബാങ്കിങ് സ്റ്റാഫിന് ആവണം. അപ്പൊ അതുകൊണ്ടാണ് JBCEBക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ്, കുറച്ച് സിലബസിൽ കുറച്ചുകൂടെ വേരിയേഷൻ വരുത്തും, മോഡിഫിക്കേഷൻ വരുത്തി സിലബസിന്റെ ഇൻക്രീസ് ചെയ്തു, നമ്പർ ഓഫ് പേപ്പേഴ്സ് കൂട്ടി. അത് ലാസ്റ്റ് ഇയറിൽ കുറച്ച് ബുദ്ധിമുട്ട്, അതായത് അൺഎക്സ്പെക്ടഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുവരെ പ്രതീക്ഷിക്കുന്ന പാറ്റേണിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായപ്പോഴത്തേക്ക് കുറച്ചു പേർക്ക് കഴിഞ്ഞ വർഷം 2020 കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗുണഫലം മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ JBCEBയുടെ ഉദ്ദേശം എന്താണ്, ആ ഉദ്ദേശം ഫലവത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചേഞ്ചുകൾ വരുത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ JIBക്ക് നിങ്ങൾക്ക് 4 പേപ്പറാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നൊന്ന് ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം and principles and practice of banking, and accounting and financial management for bankers, retail banking and wealth management. ഇതിൽ ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ 4 മൊഡ്യൂളും ബാക്കിയില്ലാത്ത 5 മൊഡ്യൂളുമാണ്. ഈ എക്സാമിന്റെ മാർക്കിംഗ് പാറ്റേൺസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പിന്നീട് അവർ MD മിസ്റ്റർ സതീഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഈ പലപ്പോഴും JBCEBയുടെ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നത്, ഈ ഇൻക്രിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് JBCEB എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് നിങ്ങൾ JIB അല്ലെങ്കിൽ CIB 2 കോഴ്സും അതിൻ്റെതായ ഗൗരവത്തിൽ, അതിൻ്റെതായ നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ച് എഴുതുകയാണെങ്കിൽ, ക്വാളിഫൈ ആണെങ്കിൽ, നിങ്ങളൊരു കംപ്ലീറ്റ് ബാങ്കർ ആവണം എന്നുള്ളതാണ്, അതിന്റെ ഒരു പ്രൊഫഷണൽ ബാങ്കർ ആകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം നിങ്ങൾക്ക് നല്ലൊരു കൺസെപ്റ്റൽ ക്ലാരിറ്റി വരാതെ നിങ്ങൾ ഈ പരീക്ഷ പാസ്സാകുന്ന അസാധ്യമാണ്. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളെ നോളജ് ലെവൽ ഒരു വലിയ തോതിൽ ഒരു നല്ല ശതമാനം നിങ്ങളുടെ നോളജ് ലെവലിൽ ഈ 4 പേപ്പറുകൾ എഴുതുന്നതോട് JBയിലും CIBയിലും 4+ സെലക്റ്റീവ് എഴുതുന്നതോട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുവഴി ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും, when you come across a situation where your knowledge is put into test, നിങ്ങൾ അറിവ് ചോദ്യപ്പെടാവുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, താങ്ക്സ് ടു JBCEB സിലബസ് കോഴ്സ് ദാറ്റ് യു ഹാവ് അണ്ടർഗോൺ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇതിന്റെ മോണിറ്ററി ആസ്പെക്ട് കൂടാതെ അതിനേക്കാളും വലുത് നിങ്ങളെ കരിയറിൽ സഹായിക്കാൻ പോകുന്നത് ഇതിൽ കിട്ടുന്ന നോളജ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മോണിറ്ററി ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് when it is ഒരു 30 years 35 years സർവീസ് ബാക്കിയുള്ള ഒരാൾക്ക് റണ്ണിങ് ഇൻ ക്രോസ് ഓഫ് റുപ്പീസ്. അപ്പോൾ അത് നമ്മളിപ്പം ആലോചിക്കുന്ന ദാറ്റ്സ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല ബാങ്കുകളിലും ഈ ഓവർസീസ് അസൈൻമെന്റ് കിട്ടും. അതായത് പല ബാങ്കിന് ഓവർസീസ് ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓവർസീസ് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലുക്രേറ്റീവ് അസൈൻമെന്റ്, നല്ലൊരു അസൈൻമെന്റ് ആണ്. അപ്പൊ അതിലും ഇതുപോലെ നിങ്ങൾ when you are posted abroad നല്ലൊരു ഏർണിങ്സ് നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓവർസീസ് എക്സ്പോഷർ കിട്ടുന്ന കൂടാതെ തന്നെ, പക്ഷേ ഞാൻ നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓവർസീസിലെ ഒരു 3 years 4 years ടെന്യൂറിനെക്കാളും കൂടുതലായിരിക്കും ഒരു ഇൻക്രിമെന്റ് വഴി ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ ഓവർസീസ് അസൈൻമെന്റിനെ കുറിച്ച്, അതായത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് ബാങ്കായാലും സംബന്ധിച്ചിടത്തോളം ഓവർസീസ് ഓപ്പറേഷൻ വളരെ ലിമിറ്റഡ് ടെറിട്ടറി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ അസൈൻമെന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഒരു 6 മാസത്തെ ഒരു ബുദ്ധിമുട്ട്, 6 മാസത്തെ ഒരു ഡിവോഷൻ, 6 മാസത്തെ ഒരു പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഇൻക്രിമെന്റ് ഒരു പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് JBCEB increments are much more than ഒരു ഓവർസീസ് അസൈൻമെന്റ്. ഓവർസീസ് അസൈൻമെന്റ് വേണ്ടെന്നല്ല, ഓവർസീസ് അസൈൻമെന്റ് പോകാം, ഓവർസീസ് അസൈൻമെന്റ് എടുക്കാം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അവിടെ കിട്ടുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റിനെ ഓർക്കുമ്പോൾ നമ്മൾ JBCEB കിട്ടുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇതിനെ പ്രൊലോങ് ചെയ്തുകൊണ്ട് പോകാതിരിക്കുക. ഏർലിയർ ദ ബെറ്റർ. അതായത് ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഒരു നെഗറ്റീവ് മാർക്സ് വരാൻ സാധ്യതയുള്ളതായി കേട്ടിരുന്നു. ഒരു പക്ഷേ അത് ഏത് സമയത്തും, കാരണം സിലബസ് ചേഞ്ച് 2023
മോഡിഫിക്കേഷൻ ഓഫ് സിലബസ് അഡീഷൻ ഓഫ് സിലബസ് സംഭവിച്ചപ്പോഴത്തേക്ക് നേരത്തെ ഒരു വലിയൊരു അഡ്വാൻസ് നോട്ടീസോ ഇന്റിമേഷനോ ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ നെഗറ്റീവ് മാർക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അങ്ങനെ വരികയാണെങ്കിൽ പാസ് അല്ലെങ്കിൽ ക്വാളിഫയിങ് മാർക്സ് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2024 തന്നെ 25 പോകാതെ 2024 തന്നെ 4 പേപ്പറും JIBയുടെ ഈ മെയിൽ ക്ലിയർ ചെയ്യാനുള്ള ശ്രമമാണ്. അതിന് നിങ്ങളോട് IBS ഒപ്പമുണ്ടാവും. IBS എന്താണ് നിങ്ങൾക്ക്, എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത്, ഏത് രീതിയിലാണ് സഹായിക്കുന്നത് എന്നുള്ളത് മിസ്റ്റർ സതീഷ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എങ്ങനെയാണ് ഞങ്ങളുടെ കോച്ചിങ് മെത്തേഡ്, ഞങ്ങൾ എങ്ങനെയാണ് കോച്ചിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് മിസ്റ്റർ സതീഷ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള, അപ്പീൽ ചെയ്യാനുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് ടേക്ക് ദ ക്ലാസ്സസ് സീരിയസ്ലി. ഞങ്ങൾ IBS എന്നും അഭിമാനത്തോടെ പറയുന്നത് ഞങ്ങൾ ഐ ഡെലിബറേറ്റ്ലി യൂസ് ദ വേർഡ് എമിനന്റ് ഫാക്കൽറ്റീസ് ആണ്. അതായത് ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഈ മീറ്റിംഗിലും 8 o'clock മീറ്റിംഗിലും ഞങ്ങൾക്ക് 2 ഫാക്കൽറ്റി ഇന്നിവിടെ ഉണ്ട്. അതായത് നിങ്ങളോട് സംസാരിക്കാൻ അവർ തയ്യാറായി 8 മണിക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇത് ക്ലാസ് ഒന്നുമില്ല, വി ആർ ജസ്റ്റ് അഡ്രസ്സിങ് യു. അപ്പൊ അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ടീച്ചിങ് ഒരു പാഷനാണ്. അങ്ങനത്തെ എമിനന്റ് ഫാക്കൽറ്റീസ് ഏത് രീതിയിലുള്ള ഗൈഡൻസ് തരാനും IBSനോടൊപ്പം ഉണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടത് യു ഹാവ് ടു കമ്മിറ്റ് യുവർ സെൽഫ്. ഞങ്ങൾ 2024 മെയിൽ JIB ക്ലിയർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള കമ്മിറ്റ്മെന്റ്, ആത്മാർത്ഥമായ കമ്മിറ്റ്മെന്റ് മാത്രമാണ് വേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, പ്ലീസ് ഡോണ്ട് മിസ് എനി ലൈവ് ക്ലാസ്സസ് മിസ് ചെയ്യാതിരിക്കുക. ലൈവ് ക്ലാസ്സസിനെ കുറിച്ച് നമ്മൾ റെക്കോർഡിംഗ് സെഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ റെക്കോർഡിംഗ് സെഷൻ വെച്ചിരിക്കുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ, അത് ബ്രാഞ്ചിലാവാം, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാവാം, ഡൊമസ്റ്റിക് ഫ്രണ്ടിലാവും, വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങളാവും. ചിലപ്പോൾ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, മനുഷ്യ സഹജമാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരാം. അത്തരം ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് വരുന്നതും പിന്നെ ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ലൈവ് ക്ലാസ്സിന്റെ ഒരു ആൾട്ടർനേറ്റീവ് അല്ല റെക്കോർഡഡ് ക്ലാസ്. ലൈവ് ക്ലാസ് ഇൻവേരിയബിളി നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന, യു ഹാവ് ടു ടേക്ക് യുവർ കളീഗ്സ്, ഫെലോ എംപ്ലോയീസ് ഓഫ് ദി, എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്ത ബ്രാഞ്ച് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആയാലും, ഇൻ കോൺഫിഡൻസ് നിങ്ങളുടെ ബോസിനെ കോൺഫിഡൻസിൽ എടുക്കുക. ഞാനിങ്ങനെ JIBക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ടൈം സ്ലോട്ട് ഇതാണ്, എനിക്ക് ടൈം സ്ലോട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഏർലി മോർണിംഗിലാണ് നിങ്ങൾ മോർണിംഗ് ബാച്ച് ആണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല, ഈവനിങ് ബാച്ചിലാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ അവരെ കോൺഫിഡൻസ് എടുത്ത് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അത് മാത്രമല്ല, എല്ലാ ഡിസ്കഷൻ, അതായത് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫിക്കേഷനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി ഉപയോഗിക്കുകയാണെങ്കിൽ we don't have any doubt that you will qualify JIB May 2024. ഞങ്ങൾക്ക് ആത്മാർത്ഥ വിശ്വാസമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ എല്ലാ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ഡിവോഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോച്ചിങ് മൂലം നിങ്ങൾക്ക് JIB May 2024 ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാ ആശംസയും ഞാൻ നേരെയാണ്. We are always with you. In our journey, you will come to understand that how IBS is dealing with you, how IBS is taking up the journey with you എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. And I once again wish you all the best. Thank you. Thank you, Raghuman sir. Thank you. Devindranath sir. Good evening, Sadish Kumar sir, Sia sir, James sir, Hari and dear participants. ആദ്യമായിട്ട് നിങ്ങളെ ഈ മെയിൽ വരുന്ന JIB എക്സാം എഴുതാനും അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് IBSൽ ചേരാനും നിങ്ങൾ തീരുമാനിച്ചതിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഡെഫിനറ്റ്ലി IBS ഇന്ത്യയിൽ ബാങ്കിങ് സംബന്ധമായ ക്ലാസ് എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കഴിഞ്ഞ 13 കൊല്ലത്തോളമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ മെയിൻ അസറ്റ് എന്ന് പറഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒത്തിരി നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ട്. മോർ ദാൻ 100 സീനിയർ ഒഫീഷ്യൽസ്. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പഠിച്ചിട്ട് പറയുന്നതല്ല, നമ്മൾ വിത്ത് വെൽ എക്സ്പീരിയൻസ്. ഇപ്പൊ ജെയിംസ് സാർ ഉണ്ട്. ജെയിംസ് സാർ ഫോറിൻ എക്സ്ചേഞ്ചിൽ എടുക്കുന്നത് സാറിന്റെ ബാങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഒത്തിരി കാലം പ്രവർത്തിച്ചിട്ട് ആ പ്രവർത്തന പരിചയം കൂടി വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്.
ഞാൻ ക്രെഡിറ്റ് മാനേജ്മെന്റ് എടുക്കുന്നത്, ഞാൻ ക്രെഡിറ്റിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഒത്തിരി ലോണുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓരോരോ ആൾക്കാരും ഇവിടെ ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്ന ഓരോരോ ആൾക്കാരും അവരുടെ മേഖലയില് പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ്. വർക്ക് എക്സ്പീരിയൻസ് പ്ലസ് നോളജ് രണ്ടും ഉണ്ട്. അത് മാത്രമല്ല എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. വെറുതെ ഇരിക്കല്ല എന്നത്, പണ്ടത്തെ വെച്ചിട്ട് പറയല്ല എന്ന് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നതുണ്ട്. നമ്മൾക്കറിയാം ഇപ്പോഴും RBIയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഒക്കെ പറയുന്നു, ഒരു CAB ഒക്കെ പഠിച്ച് പാസ്സായി വരുന്നവര് ട്രൂ പ്രൊഫഷണൽ ബാങ്കർ ആയിരിക്കണം. 2022 വരെ കുറച്ചും കൂടി ഈസി ആയിരുന്നു പാസ്സാവാൻ, പരീക്ഷകൾ പാസ്സാവാൻ, മഗപ്പ് ചെയ്തിട്ട് ഈസി ആയിരുന്നു പാസ്സാവാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം മാറ്റങ്ങൾ വരുത്തി, അഡീഷണൽ പേപ്പേഴ്സ് കൊണ്ടുവന്നു. അതിൽ പല പേപ്പേഴ്സും പല മൊഡ്യൂൾസും നമ്മളെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു ഗുണം. ഇതിൽ പഠിച്ചാൽ തന്നെ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്കൊരു നല്ല പ്രൊഫഷണൽ ആയിട്ട് വരാൻ പറ്റും, പ്രൊഫഷണൽ ബാങ്കറായിട്ട് വരാൻ പറ്റും. അപ്പൊ ഇതിന് നിങ്ങളുടെ സൈഡിൽ നിന്ന്, നമ്മൾ IBSന്റെ സൈഡിൽ നിന്ന് MD സാർ സതീഷ് കുമാർ സാറുണ്ട്, കുട്ടികളെ ഭാഗത്ത് നിന്ന് എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഡെഫിനറ്റ്ലി സാറ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കോർഡിനേറ്റേഴ്സ്, നമ്മൾ ഹരി ആയാലും ആരായാലും നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് വേണ്ടത് എല്ലാ സപ്പോർട്ടും തരും നിങ്ങൾക്ക് IBSന്റെ സൈഡിൽ നിന്ന്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് കമ്മിറ്റ്മെന്റ് വേണം. ആദ്യം നമ്മൾക്കറിയാം ഇത് പണ്ടത്തെ പോലെ മുമ്പത്തെ പോലെ സിയാസ് സാർ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, കുറച്ചുകൂടി പാടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഈസി ആയി. കഴിഞ്ഞ കൊല്ലം മുതൽ കുറച്ചും കൂടെ വിഷമമായി. പക്ഷെ നിങ്ങൾ IBPS ഒക്കെ പാസ്സായി നല്ല റാങ്കോട് കൂടി വന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇതിന് ടൈം ഡിവോട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കേക്ക് വാക്ക് എന്ന വാക്ക് ഓവർ അങ്ങനെ വിചാരിക്കരുത്. കുറച്ച് കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ടാൽ അതിന്റെ ഫലം എന്തായാലും കിട്ടും. നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നിങ്ങളെ 20s 30s ആയിരിക്കാം, നിങ്ങൾ റിട്ടയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നു, അതുപോലെ തന്നെ പ്രൊമോഷന് ബെനിഫിറ്റ് കിട്ടുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. നമ്മളൊരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കണം. പ്രോപ്പറായിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ടൈം ടേബിൾ നമ്മൾ അതുപോലെ കമ്മിറ്റഡ് ആയിരിക്കണം. അല്ലാണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഞാൻ നാളെ തുടങ്ങും അല്ലെങ്കിൽ മറ്റന്നാൾ തുടങ്ങും, ദിവസം ഒരു 3 മണിക്കൂർ ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യും, 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യും, ടൈം ടേബിൾ ഉണ്ടാക്കി. പക്ഷെ അതുപോലെ ഒന്നും ചെയ്യാതെ അത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ തന്നെ വിചാരിക്കണം. വേറെ ആര് വിചാരിച്ചാലും പറ്റൂല. നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ വീട്ടില് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവര് അല്ലെങ്കിൽ അച്ഛനോട് അമ്മയോട് പറഞ്ഞ് ഞാൻ ഇപ്രാവശ്യം സീരിയസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾക്ക് അതുപോലെ തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലും പറഞ്ഞ് വെക്കുക നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്. ആരും വിചാരിക്കേണ്ട നമ്മളില്ലെങ്കിൽ ബാങ്ക് പൂട്ടിപ്പോകുന്നു, ആരും വിചാരിക്കേണ്ട. നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ. എത്ര വലിയ കൊമ്പനായാലും നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ. അവർ പോയാൽ വേറെ ആൾക്കാർ വരും. ബാങ്കിന് നമ്മൾക്കെല്ലാം കോസ്റ്റ് കമ്പനിയാണ്. അല്ലാതെ നമ്മളില്ലെങ്കിൽ ബാങ്ക് പൂട്ടിപ്പോകുന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മുടെ പ്രോഗ്രഷനിൽ, നമ്മുടെ കരിയർ പ്രോഗ്രഷനിൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തണം. അതിന് നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് വേണം. അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. ആ ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ഈസിലി അച്ചീവബിൾ ആയിരിക്കണം. അല്ലാണ്ട് ഞാൻ ഇത് ചെയ്യും ഇതല്ല, അത് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ മാറ്റി വെക്കാം. നാളെ ഇത് ഇന്നത്തെ ടൈം, ഇന്ന് പഠിക്കാൻ സമയമില്ല, നാളെ ചെയ്യാം, നാളെ പറഞ്ഞിട്ട് മറ്റന്നാള്. പിന്നെ അവസാനം പരീക്ഷന്റെ ആ സമയത്താകുമ്പം ഇത് മടിയൻ മല ചുമക്കുന്നു പറഞ്ഞ പോലെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ആകരുത്. പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഓരോ ദിവസങ്ങളും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ പോകണം. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് മനസ്സിൽ എപ്പോഴും വേണം. നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ കമ്മിറ്റ്മെന്റ് വേണം, കോൺഫിഡൻസ് വേണം. ഓക്കെ, ഞാൻ ഇപ്രാവശ്യം പാസ്സാകുന്ന മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞാൽ തന്നെ കുറെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തിച്ചാൽ പലപ്പോഴും നെഗറ്റീവേ ആവുള്ളൂ. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് പാസ്സാവുന്ന നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മളത് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഓക്കെ മെയില് പരീക്ഷ കഴിയുമ്പോൾ ഞാൻ JB കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. അത് നമ്മൾ തന്നെ സ്വയം നമ്മളെ തന്നെ ഉത്തേജിപ്പിക്കുന്നതാണ്. അത് പിന്നെ നമ്മൾ IBSന്റെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടും. സിയാസ് സാർ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് വേണ്ടത്. എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ട്, PPT ഉണ്ട്. അതുപോലെ PPT മിസ്സാക്കരുത്. 5:30 ആണെങ്കിലും ഈവനിങ് ക്ലാസ് ആണെങ്കിലും ഏർലി മോർണിംഗ് ക്ലാസ് ആണെങ്കിലും ഈവനിങ് 8 മണിന്റെ ക്ലാസ് ആണെങ്കിലും ഒന്നും മിസ്സാക്കരുത്. ലൈവ് ക്ലാസിന്റെ ഗുണം
നിങ്ങൾ രണ്ടാമത് PPT വായിച്ചു നോക്കുമ്പോൾ കിട്ടില്ല. ലൈവ് ക്ലാസ്സിന്റെ ആൾക്കാരെ കൂട്ടത്തിലിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് കിട്ടുന്ന ആ അറിവ് നമ്മൾ ഒറ്റക്ക് നമ്മൾ വേറെ പലതും ചിന്തിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ലൈവ് ക്ലാസ് ഒന്നും മിസ്സാക്കരുത്. PPT ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ച് ചെയ്യരുത്. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാൻ ഇവിടെ കഴിവുള്ള നോളജുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മളെ കോർഡിനേറ്റേഴ്സ് ഒക്കെ നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ അതിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി ആ കൺസേൺഡ് ടോപ്പിക് എടുക്കുന്ന ആളാരാണോ അവരെ തേടി പിടിച്ച് അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ സാറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണ ഫാക്കൽറ്റീസ് നോക്കും, അഥവാ നമ്മൾ കണ്ടില്ലെങ്കിലും അവരെ തേടി പിടിച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ പ്രോപ്പറായിട്ട് ആൻസർ അതിനകത്ത് വരും. എല്ലാ സപ്പോർട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഷുറൻസ് തരുന്നു. നിങ്ങൾ മെയ് ആവുമ്പോൾ JB പാസ്സാകും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി മുമ്പോട്ട് പോകുക. ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ. ഹരി ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് AGM ആയിട്ട് റിട്ടയർ ചെയ്താണ്. ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. ഹരി പ്ലീസ്. Okay, sir. Thank you, sir. Thank you so much. James, sir, please. Good evening, Satish sir. Good evening, Ravindranath sir, Syed Rahman sir, my dear aspirants. I'm Harry. First of all, എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ JB എഴുതാനായിട്ട് ഈ വർഷം മെയിൽ സെലക്ട് ചെയ്യുകയും അതിന് IBS ഞങ്ങൾ, അതായത് എന്നെ പോലുള്ള കുറേ ഫാക്കൽറ്റീസ്, ബാങ്കേഴ്സും സതീഷ് സാർ എല്ലാം കൂടെ നടത്തുന്ന ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചതിന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രവീന്ദ്രൻ സാറും സതീഷ് സാറും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു IIBF-നെ കുറിച്ച് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്താണ്, ചീഫ് മാനേജർ റിട്ടയർ ചെയ്താണ്. JBക്ക് വളരെ കുറച്ച് ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. 2 മൊഡ്യൂളേ എടുക്കുന്നുള്ളൂ. റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ ന്യൂമറിക്കൽസും അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഫോർ മാനേജേഴ്സിന്റെ C മൊഡ്യൂളുമാണ് ഞാൻ എടുക്കുന്നത്. ബട്ട് CIBക്ക് ആണെങ്കിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട 2 മൊഡ്യൂൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആസ് എ ഫാക്കൽറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ബിക്കോസ് നിങ്ങൾ പല ഗ്രൂപ്പിലുള്ളവരാണ്. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ബ്രാഞ്ച് എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ ബാക്കി ഏജ് ക്രൈറ്റീരിയക്ക് വരുമ്പോൾ പല രീതിയിലുള്ള ഒരു ഹെട്രോജനസ് ഗ്രൂപ്പായിരിക്കുന്നത്. അതുകൊണ്ട് പലർക്കും ഇത് ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു കോമണാലിറ്റീസ് ആണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ എക്സാം, ഈ IIBF 2022 വരെ നടത്തിക്കൊണ്ടിരുന്ന എക്സാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പാറ്റേണാണ് അവർ ഈ 23 മുതൽ തുടങ്ങിയത്. 2 സീസൺ കഴിഞ്ഞു. ഇത് 3ാമത്തെ എക്സാമാണ് ഈ മെയിൽ വരാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയത് May 5th അവർ തുടങ്ങുകയാണ്. 5th, 11, 12 and 19 അങ്ങനെ ആണ് ഷെഡ്യൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ടെൻറ്റേറ്റീവ്ലി അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അന്നേരം അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ 4 പേപ്പർ ഉണ്ട്. ഇതിന്റെ കോഴ്സ് കണ്ടന്റ് ഇതിൽ എനിക്ക് തോന്നുന്ന ഇതിൽ കൂടുതൽ പേരും ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നവരായിരിക്കണം. നിങ്ങൾക്ക് കോഴ്സ് കണ്ടന്റിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. എന്തൊക്കെ ആണ് ഓരോ ടോപ്പിക്കും നമുക്ക് പഠിക്കേണ്ടത്. 4 പേപ്പേഴ്സ് ഉണ്ട്. ഓരോ പേപ്പറിലും 4 മൊഡ്യൂൾസ് ഉണ്ട്. ABCD 4 മൊഡ്യൂൾ ഉണ്ട്. ഓരോ മൊഡ്യൂളിലും മിനിമം 8 to 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ യു ക്യാൻ അതിന്റെ വോളിയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അതായത് നമ്മുടെ മറ്റൊരു ചെറിയ ഒരു ഡിഗ്രി പോലെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പോലത്തെ അല്ല. ഇറ്റ്സ് എ പ്രൊഫഷണൽ ഡിഗ്രി. അന്നേരം നിങ്ങൾ JB CIB പാസ്സാകുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് 2-3 അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് മോണിറ്ററി ബെനിഫിറ്റിനാണ്. ഡെഫിനറ്റ്ലി യു ഗെറ്റ് എ ഹ്യൂജ് എമൗണ്ട് ആസ് മോണിറ്ററി ബെനിഫിറ്റ്. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം തന്നെ യു ആർ ഗെറ്റിംഗ് എ നോളജ്. നോളജ് ഈസ് പവർ. ആസ് എ ബാങ്കർ നിങ്ങളെല്ലാം late 20s early 30s ഉള്ളവരാണ്. സോ അനദർ 30 to 35, 38, 40 ഇയേഴ്സ് എഹെഡ് ഉള്ള ആ ഗ്രൂപ്പാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾക്ക് ഒരു ലോങ് കരിയറാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ ലോട്ട് ഓഫ് അവന്യൂസ് നിങ്ങൾക്കുണ്ട്. അന്നേരം നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന് ഈ നോളജ് ബിൽഡിംഗ് വളരെ അധികം പ്രയോജനപ്പെടും. നിങ്ങളുടെ പ്ലേസ്മെന്റിന്, നിങ്ങളുടെ പ്രൊമോഷന്, ഇതിനെല്ലാത്തിനും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്.
Apart from that, rendering customer service. അന്നേരം ബാങ്ക് വൈ ബാങ്ക് ഈസ് ഗിവിംഗ് സോ മച്ച് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ ബാങ്ക് ഇത്രയും ഫിനാൻഷ്യൽ ബേർഡൻ എടുത്ത് തലയിൽ വെക്കുന്നതിന്റെ റീസൺ എന്താ? ബിക്കോസ് ദേ വാണ്ടഡ് a benefit from you. A person who has qualified for CIB, he should be a person who has got the conceptual clarity and he is an asset for the bank. നമ്മൾ എല്ലാവരും, നിങ്ങൾ സ്റ്റാഫ് എല്ലാവരും ബാങ്കിന്റെ അസറ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നോളജ് ഉണ്ടെങ്കിൽ ആ നോളജ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു, കസ്റ്റമർക്ക് കുറച്ചുകൂടെ നല്ല സർവീസ് കൊടുക്കുന്നതിന് അതിന് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല എടുക്കേണ്ടത്, ഇത് ഒരു നോളജ് ബിൽഡിങ്ങിലേക്ക് കൂടെ പോകണം. That is number one. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ യു ഹാവ് ടേക്കൺ എ ഡിസിഷൻ. ഇനി നിങ്ങളുടെ മുന്നിൽ ഓൾമോസ്റ്റ് 4 months, ഒരു 3.5 മാസമേ ഉള്ളൂ, 4 മാസം തികച്ചില്ല. May 5 ആണെങ്കിൽ ഇന്നിപ്പം 8 ആയി. സോ ലെസ് ദാൻ 4 months. സോ യു ഷുഡ് ഹാവ് എ പ്ലാൻ, വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ. ഇതിനകത്ത് 2 പേപ്പറിന് ഗ്യാപ്പ് ഇല്ല. അതായത് കണ്ടിന്യൂസ് ഡേയ്സിലാണ് നടത്താൻ പോകുന്നത്. അതായത് പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ്ങും അക്കൗണ്ടൻസി പേപ്പർ, 2 പേപ്പർ കണ്ടിന്യൂസ് അടുത്തടുത്ത സാറ്റർഡേ സൺഡേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അത് വരാൻ പോകുന്നത്. അന്നേരം അതനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യേണ്ടത്. സോ യു ഷുഡ് ഹാവ് ഒരു നല്ലൊരു നോളജ്. നമ്മുടെ ടോപ്പിക് എന്തൊക്കെയാണ്, എക്സാമിന്റെ പാറ്റേൺ എന്താണ്, 2 മണിക്കൂർ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ ഇമാജിൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എത്രമാത്രം സമയം കിട്ടുന്നുള്ളത്. ഇതിനകത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു മിനിമം പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക്, വെദർ ഈസ് ആൻ IBS സ്റ്റുഡന്റ് ഓർ വിത്ത് നോൺ സ്റ്റുഡന്റ്, സെൽഫ് പ്രാക്ടീസ് ആണെങ്കിൽ, വൺ സെക്കൻഡ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആണെങ്കിലും ഒരു 40 to 45, 42, 43, 44 മാർക്ക് മിക്കവർക്കും കിട്ടാൻ പറ്റും. അന്നേരം ഇവിടുത്തെ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്ന ഈ 10 മാർക്കാണ്. 40നും 50നും ഇടയ്ക്ക് സ്വിങ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവും. ഈ 10 മാർക്കാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങളുടെ പാസ് ഓർ ഫെയിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ 10 മാർക്സ് ആണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അന്നേരം ഇനി രണ്ടാമതൊരു കാര്യം, നമുക്ക് 2 മണിക്കൂറിന്റെ സ്ഥാനത്ത് 3-4 മണിക്കൂർ വന്നാൽ നിങ്ങൾക്ക് എല്ലാവരും പാസ്സാവും. So these are the 2 things. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ടൈം, 1 മിനിറ്റ് അതിനകത്ത് അത് അറ്റൻഡ് ചെയ്യണം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് മിനിമം 50 മാർക്ക് കിട്ടുക. നിങ്ങൾക്ക് ആവറേജ് 45 കണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിന് യു ലീവ് ഇറ്റ്. യു ഷുഡ് എയിം ഫോർ സം 70-80 മാർക്ക്. കാര്യം ഒരു 80 അല്ലെങ്കിൽ 90 മാർക്കിന് നമ്മൾ എയിം ചെയ്താൽ യു വിൽ എൻഡ് അപ്പ് സംവെയർ ഇൻ 50. അല്ല എനിക്ക് 45-50 മതി എന്ന് പറഞ്ഞു എൻഡ് അപ്പ് ഇൻ 30 or 35 or 40. That's the thing. കാരണം അതുകൊണ്ട് ഇനി നമ്മൾ എങ്ങനെ ഇതിൽ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആസ് IBS നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് തരുന്നുണ്ട്. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ്, എക്സ്പെർട്ടൈസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. അതായത് ആ ഓരോ ടോപ്പിക്കും എടുക്കുന്നത് ആ ടോപ്പിക്കിൽ നല്ല എക്സ്പീരിയൻസും നോളജും ഉള്ള ആളാണ്. ഇപ്പൊ ഞാൻ ഈ അക്കൗണ്ടൻസി പേപ്പർ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഞാൻ എടുക്കുന്ന മൊഡ്യൂള് അത് മാത്സ് ഓറിയന്റഡാണ്. ഞാനൊരു മാത്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാൻ ഞാൻ തയ്യാറായത്. അതിനോടൊപ്പം തന്നെ CIBക്ക് ഞാൻ എടുക്കുന്ന എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആസ് എൻ ബാങ്കർ എടുത്ത എൻ്റെ എക്സ്പോഷറും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചില ടോപ്പിക്കിൽ ചിലർക്ക് കുറച്ച് പ്രാവീണ്യം ഉണ്ടാവും, ബട്ട് ചില ടോപ്പിക്ക് നമുക്ക് വീക്കായിരിക്കും. അന്നേരം ഓരോ സബ്ജക്റ്റിനും നമ്മൾ അലോട്ട് ചെയ്യേണ്ട ടൈം ഡിഫറെൻ്റ് ആയിട്ട് വേണം അതെടുക്കാനായിട്ട്. ചില ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും. കാര്യം അത് നിങ്ങൾക്ക് പുതിയ ടോപ്പിക് ആയിരിക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുക. സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് കിട്ടി, ദെൻ ഒരു ഗെയിം പ്ലാൻ. ഈ ഗെയിം പ്ലാനിൽ ഞങ്ങളുടെ ഓരോ സെഷനും 1.5 മണിക്കൂറിന്റെ സെഷനാണ്. അത് മോർണിംഗും ഈവനിങ്ങുമാണ് സെഷൻ ഉള്ളത്. നിങ്ങൾക്ക് ആ ഒരു സെഷൻ മുൻപ് പറഞ്ഞ 2 പേര് പറഞ്ഞതുപോലെ അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഡോണ്ട് മിസ് ദ ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ് മിസ്സാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ലൈവ് ക്ലാസ്സിനുള്ള പ്രയോജനം എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ള ഡൗട്ട് നിങ്ങൾക്ക് അപ്പോഴേ തന്നെ ക്ലിയർ ചെയ്യാം. ദാറ്റ് ഈസ് നമ്പർ 1. ആ ക്ലാസ്സിൽ നിങ്ങൾ സശ്രദ്ധം. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ആസ് എ ഫാക്കൽറ്റി ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൺട്രോൾ ഇല്ല. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ക്യാമറ ഓഫാണ്. നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഒരു കുട്ടി ഇരുന്ന് ഉറങ്ങും അല്ലെങ്കിൽ അറ്റൻഡ് ആയിക്കോട്ടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. അന്നേരം നിങ്ങൾ സിൻസിയർ ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. ഈ 90 മിനിറ്റ്സ് 1.5 മണിക്കൂർ, ചിലപ്പം 10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നിരിക്കും. അത്രയും സമയം ഫുള്ളി അറ്റൻറ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അവിടെ നമുക്ക് ഒരു ഡൈല്യൂഷനും അല്ലെങ്കിൽ ആ ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ
ചെയ്യാൻ പാടില്ല. ആ ഒരു ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ലാഘവത്തോടെ ഒരു നോട്ട്ബുക്കും പേനയും റെഫറൻസ് ബുക്കും ഒരു കാൽക്കുലേറ്ററും എല്ലാ ക്ലാസ്സിലും നിങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ ചില ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട്, ഹരി മെസ്സേജ് കൊടുക്കും, ബ്രിങ് എ കാൽക്കുലേറ്റർ, കീപ് എ കാൽക്കുലേറ്റർ സ്ക്രിബിളിംഗ് പാഡ് വിത്ത് യു. സി, ഇത് നമ്മുടെ യു ആർ എ സ്റ്റുഡന്റ്, യു ആർ എ ബാങ്കർ, മേ ബി എ സീനിയർ ലെവൽ മാനേജർ ഓർ ക്ലർക്ക്, ബട്ട് വെൻ യു ആർ അപ്പിയറിംഗ് ഫോർ ദ എക്സാം യു ആർ എ സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന് വേണ്ട ആ ഒരു ലാഘവത്തോടെ വേണം ക്ലാസ്സിലിരിക്കാനായിട്ട്. പുള്ളി അറ്റൻറ്റീവ് ആയിരിക്കണം. 1.5 മണിക്കൂറിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ആ അന്നത്തെ ദിവസം തന്നെ, നിങ്ങൾ മോർണിംഗ് ബാച്ചിലെ കുട്ടിയാണെങ്കിൽ ആ 1.5 മണിക്കൂറിന് പഠിപ്പിച്ചിരിക്കുന്ന ടോപ്പിക്ക് ഏറ്റവും കുറഞ്ഞത് അന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അത് കവർ ചെയ്യുക. അത് എങ്ങനെ കവർ ചെയ്യും? നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ട്, IBSന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് മെറ്റീരിയൽ. മാക്മില്ലന്റെ ഒരു ബുക്ക് വാങ്ങണമെന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത്. മാക്മില്ലന്റെ ബുക്ക് ഒരു ബുക്കിന് 400, 450, 500 രൂപ വിലയുള്ളൂ. ഇറ്റ്സ് ആൻ അസറ്റ്. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ യുവർ എക്സാം പർപ്പസ്. ഫർദർ ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ബാങ്കിങ്ങിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംശയം വന്നാൽ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ റെഫറൻസ് ബുക്ക്. അതായത് ഇറ്റ്സ് എൻ അസറ്റ്. അന്നേരം അതിനൊരു 450, 500 രൂപ മുടക്കുന്നതിൽ നിങ്ങൾ പിന്നെ അത് പ്രയാസം വിചാരിക്കാതിരിക്കുക. പ്ലീസ് ബൈ ഇറ്റ്, ബിക്കോസ് നൗ ഇറ്റ്സ് എ ടൈം. നിങ്ങൾക്ക് 3.5-4 മാസം ടൈമുണ്ട്. ഈ ബുക്ക് എപ്പോഴും വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സി, ഒരു ദിവസത്തെ ക്ലാസ് സാർ എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് അത് പഠിക്കാൻ പോകുന്നു. ചില ടോപ്പിക്ക് നമുക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ജസ്റ്റ് ആ ഗ്ലാൻസിൽ നമുക്ക് മനസ്സിലാവും. ബട്ട് ചില ടോപ്പിക്ക് നമുക്ക് പുതിയതായിരിക്കും. അന്നേരം അവിടെ നിങ്ങൾ ഈ സാറിന്റെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു പകുതി മനസ്സിലായിട്ടുണ്ടാവും. യു ടേക്ക് ദ റെലവൻറ്റ് സ്റ്റഡി മെറ്റീരിയൽ. IBS പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ്. അത് നിങ്ങൾ നോക്കുക, ആ റെഫറൻസ് കിട്ടിയിട്ട്. എന്നിട്ടും ബിക്കോസ് ഈ IBSന്റെ സ്റ്റഡി മെറ്റീരിയലും അതൊരു 1/3 ആണ്. അതായത് മാക്മില്ലന്റെ ബുക്കിനെ വീണ്ടും കൺസൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു 1/3 ഉള്ളൂ. എന്നാൽ അതിനകത്ത് പലതും നമ്മൾ വിട്ടിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞങ്ങൾ ആ ബുക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്താൽ ദർ ഇസ് നോ പോയിന്റ്. അന്നേരം അത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ ടോപ്പിക് കണ്ടന്റ് റെഡ്യൂസ് ചെയ്തിട്ട്, അന്നേരം അവിടെയും ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് വരാം. അന്നേരം അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്കിന് യു റെഫർ ദ റിലവൻറ്റ് ടെക്സ്റ്റ് ബുക്ക്, മാക്മില്ലന്റെ ബുക്ക്. അതിനകത്ത് അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ക്ലിയർ, യു ക്യാൻ റേസ് ഇറ്റ് അടുത്ത ക്ലാസ്സിൽ. അതല്ലെങ്കിൽ ഇൻ ദ ഗ്രൂപ്പ് യു ക്യാൻ റേസ് ഇറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സംശയം ഡെഫിനറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. അന്നേരം ഇത് പലപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ, ഞാനൊരു 10-12 വർഷമായിട്ട് മോർ ദാൻ 10 years ഐ എം അസോസിയേറ്റിംഗ് വിത്ത് IBS. എനിക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എക്സാം അടുക്കാറാകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട് വരും. അങ്ങനെ അല്ല വേണ്ടത്. നമ്മൾ തുടക്കത്തിൽ ആ ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോവുക. അല്ലാതെ ഇതിന്റെ ഒരു വലിയൊരു കൂമ്പാരം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റിൽ ഡൗട്ട് എല്ലാം കൂടെ ക്ലിയർ ചെയ്ത് പോകാമെന്നുള്ള ആ ധാരണയിലേക്ക് പോകരുത്. ബിക്കോസ് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എക്സാം ഇറ്റ്സ് നോട്ട് വെരി ഈസി. ഞാൻ ടഫ് എന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡിന്, നിങ്ങളുടെ ലെവൽ ഓഫ് നോളജിന് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ബട്ട് യു ഷുഡ് ഹാവ് എ വില്ലിങ്നെസ്. അതായത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം, ആ ഒരു കോൺഫിഡൻസ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആദ്യം നിങ്ങൾ ഉണ്ടാവണം. പിന്നെ ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി. അതായത് 99% പെർസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അന്നേരം നമ്മുടെ ഭാഗത്ത് നമ്മൾ ക്ലിയർ ചെയ്യുക. നമ്മുടെ എഫേർട്ട് എല്ലാം, ഡോണ്ട് ലീവ് എനി സ്റ്റോൺ അൺടേൺഡ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം. ബിക്കോസ് ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ IIBF ഈസ് നോട്ട് കീപ്പിംഗ് കോമൺ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ. കാരണം അതിന്റെ പാറ്റേൺ പലപ്പോഴും പല രീതിയിലാണ്. ഒരു പ്രാവശ്യം അവർ തിയറി ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അങ്ങനെ തിയറി ചോദിച്ചു കഴിയുമ്പോൾ കുട്ടികളെല്ലാം തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ന്യൂമറിക്കൽസ് അവരങ്ങ് വിടും. അടുത്ത പ്രാവശ്യം ഒരു ന്യൂമറിക്കലും കേസ് സ്റ്റഡീസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് യു കനോട്ട് ഹാവ് എ ഡെഫിനിറ്റ് പാറ്റേൺ. IIBFന്റെ അടുത്തൊരു ഡെഫിനിറ്റ് ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുടെ നില അനുസരിച്ചിട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ബി പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡീസും എല്ലാം നമ്മൾ റെഡി ആയിരിക്കണം അറ്റൻഡ് ചെയ്യാനായിട്ട്. തിയറി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും നന്നായിട്ട് ചെയ്യാൻ പറ്റണം. അന്നേരം ഇതിനകത്തൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. IBS ജോയിൻ ചെയ്തുകൊണ്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതേപടി തരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ബിക്കോസ് ഇത് ക്വസ്റ്റ്യൻ ഇടുന്നത് എൻറ്റയർലി എ ഡിഫറെന്റ് ടീം ഓഫ് ആൾക്കാരാണ്. അന്നേരം ആ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അന്നേരം ഇവിടെ കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. കോൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, റിലവന്റ് ടോപ്പിക്കിൽ ആ പോർഷൻ നന്നായിട്ട് 2, 3, 4 അത് ക്ലിയർ ആകുന്നത് വരെ അത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. അന്നേരം ഇത്രയാണ് ഞാൻ പറയുന്നത്. 1.5 മണിക്കൂറിന് ഒരു ക്ലാസ് കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 3 hours എങ്കിലും വേണ്ടി വരും ആ ടോപ്പിക്ക് ബൈ ഹാർട്ട് ആക്കാൻ. ബൈ ഹാർട്ട് മീൻസ് അതിനകത്ത് നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യണമെങ്കിൽ 3 hours വേണം. ദാറ്റ് മീൻസ് യു അറ്റൻഡ് ദ മോർണിംഗ് സെഷൻ, ഈവനിങ് യു ഫൈൻഡ് 3 hours ടു ക്ലിയർ ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്. ഇങ്ങനെ ഒരു പാറ്റേണിൽ അടുത്ത 3 മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വീക്ക് ഡേയ്സ് ഉണ്ട്, ഹോളിഡേ ഉണ്ട്, സൺഡേ എല്ലാം ഹോളിഡേ ആണ്, പിന്നെ 2 സാറ്റർഡേ ഉണ്ട്. ഇനിയിപ്പം എല്ലാ സാറ്റർഡേയും ഹോളിഡേ ആകാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. യു ലീവ് ഇറ്റ്, അത് വരട്ടെ. ബട്ട് ഈ ഹോളിഡേയ്സിലും നമുക്ക് ഈ നമ്മുടെ പ്ലാന് അതേപോലെ കൊണ്ടുപോകണം. സയ്യിദ് സാർ പറഞ്ഞതുപോലെ നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്തു, മിനിമം 3 മണിക്കൂർ ഞാൻ പഠിക്കാവുന്നു. ആ പ്ലാൻ സെറ്റ് ചെയ്ത് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. സി യു ഷുഡ് അഡ്ഹർ ടു ദാറ്റ്. നമുക്ക് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പം ദർ ആർ സെർട്ടൻ നോംസ്. ഒരു ലോൺ കൊടുക്കുന്നതിന് ദർ ആർ സെർട്ടൻ നോംസ്. നമ്മൾ ആ നോംസ് അഡ്ഹർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യു ആർ സേഫ്. ഏത് ഇൻസ്പെക്ഷൻ വന്നാലും നമ്മൾ സേഫ് ആണ്. അതേസമയം നിങ്ങൾ അവിടെ ഏതെങ്കിലും നോം ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോഴത്തേക്ക് മാനേജറും ക്രെഡിറ്റ് ഓഫീസറും ഭയങ്കരമായിട്ട് വിരല് പിടിക്കും. ഇസ്ന്റ് ഇറ്റ്? കാര്യം എൻ്റെ 10-36 വർഷത്തെ ബാങ്കിങ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ അഡ്ഹർ, നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി, ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യു ഗോ ബൈ ദ ഷെഡ്യൂൾ. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചു. ഇനി 3.5 മാസം നിങ്ങളുടെ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുക. നിങ്ങൾ പഠിച്ചു പോവുകയാണ്. പക്ഷെ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം അതുകൊണ്ട് എന്താ വേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. ഇത് ഒരു 10-15 minutes, ഒരു ഹാഫ് ആൻ അവർ എവറി ഡേ ആ റിവിഷനും വൈൽ യു ട്രാവൽ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കുള്ള ബ്രേക്ക് കിട്ടുമ്പോഴോ ഏതെങ്കിലും സമയത്ത് നമ്മൾ എന്താ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് റെഫർ ടു ദാറ്റ്. അന്നേരം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. സോ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒന്ന്, ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ സ്റ്റഡീസ്, റെഗുലർ ക്ലാസ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുക. IBS പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും സതീഷ് സാർ പറയും എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, ആ ഫെസിലിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ബി കോൺഫിഡൻറ്റ്. എക്സാമിനേഷൻ അടുക്കുമ്പോൾ ബി കൂൾ ആൻഡ് കാം. ആ സമയത്ത് വിരളി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കൂളായിട്ട് എക്സാമിന്റെ തലേന്ന് ഒരു 6 മണിക്കൂർ ഉറങ്ങുക. അല്ലാതെ മിഡ് നൈറ്റ് ഓയിൽ ബേൺ ചെയ്തിട്ട് വളരെ ടയർഡായിട്ട് പോയി എക്സാമിന് പോയിരുന്ന് ടെൻസായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോകും. സോ എക്സാമിന്റെ ഡേയ്സിൽ കൂളായിട്ടിരിക്കുക, ബി കാം. അതിന് മുമ്പുള്ള ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ടൈം ഈസ് വെരി പ്രഷ്യസ്. ടൈം മാനേജ്മെന്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. അഡ്ഹർ ടു ദ ഷെഡ്യൂൾ, ബി വെരി സിസ്റ്റമാറ്റിക്, സിൻസിയർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. സക്സസ് വിൽ ഫോളോ. ഡെഫിനറ്റ്ലി വി ആർ വിത്ത് യു. ആസ് IBS വി ആർ വിത്ത് യു. എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് അത് പറഞ്ഞു തരാനുള്ള കഴിവുണ്ടാകും. ഡെഫിനറ്റ് ആയിട്ട് ബി കോൺഫിഡൻറ്റ് ആൻഡ് ഫേസ് ദ എക്സാമിനേഷൻ കൂൾലി ആൻഡ് കാംലി. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. Thank you, James sir. Thank you so much. So, Sadiq sir. Yeah. Good evening, Sia sir. Good evening, Ravindranath sir, James sir, Hari, and all our participants. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ കുറച്ചു കാലം കാനറ ബാങ്കിൽ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏകദേശം എല്ലാവർക്കും എന്നെ അറിയാം. അത്യാവശ്യം ബാങ്കേഴ്സിനെല്ലാം എന്നെ അറിയാം എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം IBS തുടങ്ങിയിട്ട് 12 വർഷമായി. 13ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ IBS ഉള്ളത്. ഏതാണ്ട് നമ്മുടെ കോവിഡ് ടൈമിൽ ഒരു 2 സീസൺ, അതായത് 2 വർഷം ഓരോ എക്സാം ഒഴികെ ബാക്കി എല്ലാ ടൈമിലും ഈ 2 എക്സാം വീതം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ 13 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 23 എക്സാമുകൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ച ഒരു ടീമിനോടൊപ്പം നിന്ന് ആയിരക്കണക്കിന് ബാങ്കേഴ്സിന്റെ വിജയങ്ങളോടൊപ്പം നിൽക്കാനും വിജയങ്ങൾ കാണാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ധാരാളം പേരെ JIB CIB എടുക്കാൻ പ്രോംപ്റ്റ് ചെയ്യുകയും അവരത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സപ്പോർട്ടുകളും എക്സ്റ്റെൻഡ് ചെയ്യാനും കഴിഞ്ഞു. ആദ്യമേ തന്നെ എനിക്കിവിടെ നമ്മുടെ ഫാക്കൽറ്റീസ്, ഇന്ന് നമ്മുടെ സിയാസ് സാറും മറ്റ് എമിനൻ്റ് ആയിട്ടുള്ള ഒരു 2 ഫാക്കൽറ്റീസും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു.
അവർ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ കോഴ്സ് എങ്ങനെ വിജയം ആക്കണം, അതിനു വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ കോഴ്സിന്റെ ആ കംപ്ലീറ്റ് ഡ്യൂറേഷനിൽ ഓർത്തിരിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ വേണ്ടാത്തതായിട്ട് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ജെയിംസ് സാർ ആയാലും രവി സാർ ആയാലും ഓൾമോസ്റ്റ് നമ്മളോടൊപ്പം 8 മുതൽ 10 വർഷം, നമ്മളോട് 10-10ലേറെ വർഷങ്ങൾ നമ്മളുമായിട്ട് IBS അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ധാരാളം കാൻഡിഡേറ്റ്സ് ധാരാളം ക്ലാസ്സുകൾ എടുക്കുകയും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ക്ലാസ് എടുത്ത് നല്ല പരിചയവും വിജയം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്നും അതിനു വേണ്ട എഫേർട്ടുകൾ ഓരോ കാൻഡിഡേറ്റ്സും ഏതൊക്കെ രീതിയിലാണ് എടുത്തിരുന്നതെന്നും നല്ല ധാരണയുള്ളവരാണ്. അപ്പൊ ഈ എക്സാമുകളെ കുറിച്ച് നല്ല അതിന്റെ ലെവൽ, അതിന്റെ മാറ്റങ്ങളും എല്ലാം നന്നായിട്ട് അടുത്തറിഞ്ഞവരാണ്. അപ്പൊ നമ്മുടെ ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്, എങ്ങനെയായിരിക്കണം നമ്മുടെ എഫേർട്ട്, ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് വീണ്ടും. ഏതായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനുള്ള കാരണം, ക്ലാസ്സസ് നമ്മൾ വലിയ ജേർണിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോവാണ്. കാരണം നമ്മൾ നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റ് 16 മോഡ്യൂള് ഏതാണ്ട് 100 മണിക്കൂർ 105 മണിക്കൂറിന്റെ ഒരു വലിയ പ്രോജക്റ്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾ എല്ലാം ബാങ്കേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഈ എക്സാം, ഇത്തരം ഒരു പ്രൊഫഷണൽ എക്സാം, ഇങ്ങനെ ഇപ്പൊ എനിക്ക് 2023 മുതൽ എനിക്ക് പറയാൻ പറ്റും ഇതൊരു പ്രൊഫഷണൽ എക്സാം ആണെന്ന് പറയാൻ പറ്റും. അതിനു മുമ്പ് IIBF വെറുതെ അത് ക്ലെയിം ചെയ്യുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിന് ആ എക്സാമുകളുടെ നിലവാരത്തിലും പലതിലും ഒരുപാട് ഡൈല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്വാളിറ്റിയിലും ടോപ്പിക്സിലും അപ്ഡേഷൻ ഇല്ലായ്മയും പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുതിയ ടെക്സ്റ്റ് വന്നു, 4 സബ്ജക്റ്റ് ആക്കി. IIBF ഇതിൽ നിന്ന് എന്താണ് മീൻ ചെയ്യുന്നത്, ഇതുകൊണ്ട് ബാങ്കുകൾക്ക് എന്താണ് ലാഭം എന്നുള്ളതിനെ വ്യക്തമായ ഇപ്പോൾ ഒരു സംശയമില്ലാത്ത രീതിയിൽ ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ JIBയിൽ 4 പേപ്പറും 16 മോഡ്യൂളും, CIBയിൽ ഏതാണ്ട് 5 സബ്ജക്റ്റ് ഏതാണ്ട് 22 മോഡ്യൂളും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി മൊത്തത്തിൽ ഏതാണ്ട് 40ഓളം മോഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൽ വ്യത്യസ്തങ്ങളായ ഏകദേശം 20ഓളം ടോപ്പിക്കുകൾ. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പാസ്സാകുന്ന ഒരു വ്യക്തി ഒരു ലൈഫിന്റെ ഉയർച്ചയിലേക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള, ആ ബാങ്കിൽ നിന്നായാലും മറ്റൊരു ബാങ്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ, ലാറ്ററൽ എൻട്രി വെച്ച് മൂവ് ചെയ്താലും നാളെ വേറൊരു, കാരണം ഇന്ന് ഒരുപാട് പണ്ടത്തെ പോലെയല്ല, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ മാറി. എനിക്കറിയാം, കാരണം പല ബാങ്കേഴ്സ് ഇന്ന് ഈവൻ NBFCയിൽ പോലും പോയിട്ടുള്ളത് എനിക്കറിയാം. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയാണ്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല നോളജാണ്. നമ്മുടെ ആ വർക്ക് പ്ലേസിൽ നിന്ന് ലഭിച്ച നല്ല നോളജാണ്. ആ കിട്ടുന്ന പ്രാക്ടിക്കൽ നോളജിനോടൊപ്പം തന്നെ തിയറട്ടിക്കൽ നോളജും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു കൈ നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്കിപ്പോൾ പറയാനുള്ളത്, സെൽഫ് സ്റ്റഡിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിച്ചാലുള്ള വ്യത്യാസം. എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങളുടെ ജയം നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. നിങ്ങളുടെ ജയം നിങ്ങൾ മാത്രമാകും. ഒരുപക്ഷെ വീട്ടുകാർ പോലും നമ്മുടെ ജയത്തെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല. അങ്ങനത്തെ ഒരു ടൈം. പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉന്തും തള്ളുമായിട്ട് നമ്മുടെ പാരന്റ്സ് നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. ആ ഉന്തും തള്ളും കിട്ടിയത് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഗ്രാജുവേറ്റ് ആയിരുന്നോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നോ ഇന്ന് ബാങ്കർ എന്നൊക്കെ നമ്മൾ പറയുന്ന, അവരുടെ എല്ലാം നല്ല സപ്പോർട്ടോട് കൂടി തന്നെയാണ് അത് ഇന്ന് ഒരുപക്ഷെ ഇല്ലാതായി. കാരണം നമ്മുടെ ജോലിയെ കിട്ടി, അത് കഴിഞ്ഞ് ഇനിയൊരു കോഴ്സിന് വേണ്ടിയിട്ട് പഴയ പോലെ ഉന്തും തള്ളുമായിട്ട് ഒരു പാരന്റ്സോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം ഇതായി മാറും. നമുക്ക് നമ്മളെ ഇവിടെ വരെ എത്തിച്ച ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു സപ്പോർട്ട്, ആ ഒരു പ്രഷർ, ഇതൊന്നും ഇല്ലാതെ ഒരു എക്സാമിലേക്ക് ടേക്കപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എക്സാമിന്റെ ഡേറ്റ് പോലും മറന്നുപോകും. അല്ല, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോലും പലപ്പോൾ മറന്നുപോകും. അല്ലെങ്കിൽ നമുക്കതിന് പഠിക്കാൻ പോലും നമ്മൾ മറന്നുപോകും. അവിടെയാണ് നിങ്ങളുടെ ജയത്തിന് വേണ്ടിയിട്ട് ഇന്ന് തുടങ്ങുന്നത്. നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ജയം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഞാനായാലും എന്നോടൊപ്പമുള്ള ഫാക്കൽറ്റി ആയാലും ഹരി ആയാലും മറ്റ് സപ്പോർട്ടിങ് സ്റ്റാഫുകളൊക്കെ നിങ്ങളുടെ ജയം ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളോടൊപ്പം ഈ ദൗത്യത്തിൽ ഞങ്ങളും ഉണ്ട്.
അതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമും ഉണ്ട്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ നേട്ടം. കാരണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും കൂടെ നിൽക്കുന്നു. അവരുടെ എല്ലാവിധ സപ്പോർട്ടും ഒപ്പം പ്രാർത്ഥനയും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് വരുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായി ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാമിനെ കുറിച്ചൊന്ന്, ഇത് എക്സാം ഞാൻ മനസ്സിലാക്കുന്ന ഇതിൽ പലരും ഓൾമോസ്റ്റ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതായത് IBSന്റെ കോച്ചിങ് ക്ലാസ്സിലേക്ക് പുതിയതാണ്. പലരും ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരും കാണും. അപ്പൊ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയാം. 4 സബ്ജക്റ്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ സബ്ജക്റ്റിന്റെ ടോപ്പിക്സിന്റെ ടൈറ്റിൽ എല്ലാം ഓൾറെഡി നമ്മുടെ റഹ്മാൻ സാർ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് എക്കണോമിക്സും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവും അടങ്ങുന്ന ആദ്യത്തെ പേപ്പർ. ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം 4 മോഡ്യൂളുണ്ട്. എക്കണോമിക്സും 2 മോഡ്യൂളും, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് 2 മോഡ്യൂളും 4. പിന്നീട് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്ങിനകത്ത് നമ്മുടെ മുമ്പിൽ 4 മോഡ്യൂള്. അത് മൊത്തത്തിൽ നമ്മുടെ ഡേ ടു ഡേ ബാങ്കിങ്ങിന് സഹായിക്കുന്ന എല്ലാ ടോപ്പിക്സും ഉണ്ട്, ഇൻക്ലൂഡിങ് എത്തിക്സ് ഇൻ ബാങ്കിങ് എന്നുള്ളതും ഉണ്ട്. അത് 4ാമത്തെ മോഡ്യൂളായിട്ട്. പിന്നീടുള്ള അക്കൗണ്ടൻസി ആണ് 5ാമത് നമുക്ക് പഠിക്കാനുള്ള റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. നേരത്തെ CIBയിൽ ഉണ്ടായിരുന്ന റീറ്റെയിൽ ബാങ്കിങ് ആണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഇതിന്റെ എക്സാമിന്റെ രീതികൾ, എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ജനറലി 100 ക്വസ്റ്റ്യൻ ആണ്, 120 മാർക്ക്, 120 മിനിറ്റ് ആണ്. അതായത് 2 മണിക്കൂർ 100 ക്വസ്റ്റ്യൻ. പണ്ടിത് 0.5, 1 മാർക്ക്, 2 മാർക്ക് എന്ന ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ജനറലി ഇത് 1 മാർക്ക് എന്നാണ് പറയുന്നത്. ചെറിയ മാറ്റങ്ങൾ IIBFന് അതിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും. പ്രൊഫഷണൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് അങ്ങ് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ജനറലി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ എന്ന് ജനറലി നമുക്ക് പറയാം. പിന്നീട് ഇത് 120 മിനിറ്റ് ആണ്. ഇതിൽ ജയിക്കാൻ ഒരു സബ്ജക്റ്റിന് 100, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 120 മിനിറ്റ്. ഒരു സബ്ജക്റ്റിന് ജയിക്കാൻ വേണ്ടത് 50. അങ്ങനെ ടോട്ടൽ 400 മാർക്ക്, 200 മാർക്ക് വേണം ജയിക്കാൻ വേണ്ടത്. അപ്പൊ 50 × 4 200 മാർക്ക് കിട്ടിയാൽ നമ്മൾ ഇത് ജയിക്കും. ഇതാണ് ഗെയിം പ്ലാൻ. എക്സാമിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ശക്തമായ എതിർപ്പ് കാരണം വിഡ്രോ ചെയ്തു താൽക്കാലികമായിട്ട്. ഏതായാലും ഇത്തവണ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തവണ ഉണ്ടാവില്ല. അപ്പൊ അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പൊ 4 സബ്ജക്റ്റ് 400 മാർക്ക്, 200 മാർക്ക് വേണം നമുക്ക് ജയിക്കാൻ. ഇത് മാക്സിമം 5 തവണകളായിട്ട്, മാക്സിമം 5 ടൈംസ് ആണ്. 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. 5 മാക്സിമം അറ്റംപ്റ്റ് തരും. പണ്ട് ഇത് കൺസിക്യൂട്ടീവ് അറ്റംപ്റ്റ് ആയിട്ട് 4 തവണയായിരുന്നു. ഇപ്പൊ 5 തവണ കൺസിക്യൂട്ടീവ് ആവണമെന്നില്ല. ടോട്ടൽ 3 years 5 അറ്റംപ്റ്റ്. ഇതാണ് ഇതിന്റെ എക്സാമിന്റെ ഒരു ടോട്ടൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം എന്ന് പറഞ്ഞാൽ 3 വർഷം. 3 വർഷം വരെ. അപ്പൊ അവിടെ തന്നെ നിങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. IIBF നിങ്ങളോട് പറയുകയാണ്, ഈ എക്സാമിന് ജയിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ 3 വർഷം തരാം. ഏതാണ് 6 സീസൺ, 3 വർഷം തരാം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ എക്സാം നിസ്സാരമല്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും സമയം നമുക്ക് തരണ്ടല്ലോ. അപ്പൊ ഇത്രയും സമയമെടുത്ത് നമുക്ക് പാസ്സാകാൻ വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ 3 വർഷമാണ്. അതേപോലെ CIB 3 വർഷം. അതായത് 6 വർഷം കൊണ്ട് JIBയും CIBയും കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓഫറാണ് IIBF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഓഫർ നമുക്ക് വേണ്ട എന്ന് പറയാനാണ് നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ആ ഓഫർ വേണ്ട. 3 വർഷം വരെ സ്കോപ്പ് ഉള്ള ഈ കോഴ്സ് 6 മാസം മുകളിൽ പറയാൻ പറ്റില്ല, ഇൻക്ലൂഡിങ് എക്സാം 6 മാസം. 6 മാസത്തെ നമ്മൾ ചുരുക്കണമെങ്കിൽ നമ്മുടെ ഒരു റീസണിങ് നമ്മളൊന്ന് അപ്ലൈ ഒന്ന് ചിന്തിച്ചു നോക്കുക. 3 വർഷത്തെ സ്കോപ്പ് ഉണ്ടായിരുന്ന ഈ കോഴ്സിനെ നമ്മൾ 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്ത് നല്ല എഫേർട്ട് വേണമെന്നർത്ഥം. നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു പ്ലാൻഡ് എഫേർട്ട് വേണം. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ അടുത്ത 6 മാസം കൊണ്ട് നമ്മൾ CIBയും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്കൊരു 4 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. 3-4 മാസം പ്രിപ്പയർ ചെയ്യണം, ഇൻക്ലൂഡിങ് എക്സാം ടൈം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്നു. അതും കൂടെ കൂട്ടുമ്പോൾ ഒരു 4 to 5 months. അപ്പൊ ഈ 3 വർഷം എന്നുള്ളത് നമ്മൾ 5 മാസമായിട്ട് ചുരുക്കുന്നു. അപ്പൊ ആ ടൈമിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു എഫേർട്ട് വേണമെന്നർത്ഥം. ഒറ്റ ചാൻസിൽ നമ്മളത് ക്ലിയർ ചെയ്യണമെങ്കിൽ വേണമെന്നർത്ഥം. ഈ എക്സാം പാറ്റേണിൽ 200 മാർക്കാണ് വേണ്ടതെങ്കിൽ നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെ, എന്ന് വെച്ചാൽ കറക്കി കുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നത് തന്നെയാണ് അതിനകത്തെ ഒരു മെറിറ്റ്. രണ്ടാമത്, ഇതിൽ അഗ്രിഗേറ്റ് മെത്തേഡ് ഉണ്ട്. അഗ്രിഗേറ്റ് മെത്തേഡ് പറയുന്നത്
ഈ 4 പേപ്പറിൽ നിങ്ങൾ എത്രാമത്തെ അറ്റംപ്റ്റ് ആയാലും, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ എന്തോ ആയിക്കോട്ടെ, ഏത് അറ്റംപ്റ്റ് ആണെങ്കിൽ ശരി, 4 പേപ്പർ ഒന്നിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 3 പേപ്പറിന് നിങ്ങൾക്ക് 45 വരെ നിങ്ങളുടെ മാർക്ക് താപ്പോട്ട് വരാം. 50 നിന്ന് മുന്നോട്ട് 49, 48, 47, 46, 45. 45 വരെയുള്ള മാർക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് അക്സെപ്റ്റബിൾ ആണെന്നാണ് IIBF പറയുന്ന അതാണ് അഗ്രിഗേറ്റ് മെത്തേഡ്. അഗ്രിഗേറ്റ് മെത്തേഡ് എന്താണ്? അതായത് എല്ലാ പേപ്പറും ഒന്നിച്ചെഴുതണം. അത് എത്രാമത്തെ അറ്റംപ്റ്റ് എന്നുള്ള പ്രശ്നമല്ല, എത്രാമത്തെ അറ്റംപ്റ്റ് വേണേ ആയിക്കോട്ടെ. നിങ്ങളുടെ 4 പേപ്പർ ഒന്നിച്ചെഴുതിയാൽ ഏതെങ്കിലും 3 പേപ്പർ വരെ നിങ്ങൾക്ക് 45 വരെ മാർക്ക് മേടിക്കാം. എക്സാമ്പിൾ, പേപ്പർ 1 45, പേപ്പർ 2 90. അപ്പൊ 3, 4 പേപ്പറുകൾക്ക് 110 മാർക്ക് മേടിക്കും. മൂന്നാമത്തെ പേപ്പറിന് 49 കിട്ടിയാൽ അടുത്ത പേപ്പറിന് 60. അപ്പൊ ടോട്ടൽ നമുക്ക് 200 എത്തണം. ഒരു സബ്ജക്റ്റിനും 45 കുറയാൻ പാടില്ല. അങ്ങനെ വന്നാൽ അഗ്രിഗേറ്റ് മെത്തേഡ് വർക്ക് ചെയ്യും. ഇത്രയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ. എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എല്ലാവരും എടുത്തു കാണും, അറിയാം. അത് മെമ്പർഷിപ്പിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹരിയുടെ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. IIBFന്റെ വെബ്സൈറ്റിൽ കയറിയാൽ അന്നേരം തന്നെ നമ്മളെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മെമ്പർഷിപ്പിന്റെ ആപ്ലിക്കേഷന്റെ ഒരു ഫോർമാറ്റ് അതിൽ ഓൺലൈനായിട്ടൊന്ന് ഫിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അവസാനം നിങ്ങൾ പേയ്മെന്റ് നടത്തണം. 1770 രൂപയാണ് ടോട്ടൽ ഫീ. മെമ്പർഷിപ്പ് നിർബന്ധമായിട്ടും ഒരു JIB എക്സാം എഴുതുന്ന ഒരാൾ ആദ്യമേ എടുത്തിരിക്കണം. അത് എപ്പോൾ വേണേൽ എടുക്കാം. 365 ഡേയ്സും ഓപ്പൺ ആണ്. പിന്നീടുള്ള എക്സാം ഫീ ആണ്. എക്സാം ഫീക്ക് സാധാരണഗതിയിൽ 1 മാസത്തോളം, 1 മാസം വരെ ഒക്കെ 3 വീക്സ് നോർമലി അവർ ഓപ്പൺ ആയിരിക്കും. നമുക്ക് എക്സാമിന് ആപ്ലിക്കേഷൻ ടൈം ഏതാണ്ട് മാർച്ച് മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാം. സോ മെയിൽ എക്സാം ആകുമ്പോൾ മാർച്ച് മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാം. അവർ വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഒരാഴ്ച നോർമൽ എക്സാം ഫീ, രണ്ടാമത് പിന്നെ 100 രൂപ 200 രൂപയൊക്കെ ഫൈൻ വെച്ചിട്ട് അങ്ങനെ ഒരു 3 ആഴ്ച കൊണ്ടാണ് നോർമലി അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എക്സാമിനെ പറ്റിയുള്ള ഒരു ധാരണയും ഇത് നല്ലൊരു കുട്ടികൾക്കും ഇതിനകത്ത് അറിയാമായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ചാൻസ് കൊണ്ട് നമ്മൾ ഈ 4 പേപ്പറും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത് ഇതിനകത്ത് ചിലരൊക്കെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്തോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി ട്രൈ ചെയ്തോ കഴിഞ്ഞിട്ടും വന്നിട്ടുള്ളവരുണ്ടാവും. അപ്പൊ എല്ലാം കൂടെ സാറ് പറഞ്ഞതുപോലെ ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ്. പല ബാങ്കുകൾ, പല കേഡറിലുള്ളവർ, പല ഏജ് ഗ്രൂപ്പുകാർ, പല അക്കാഡമിക് സബ്ജക്റ്റ് ഉള്ളവർ, ഇവരെ എല്ലാവരെയും കൂടെ വെച്ചിട്ട് നമ്മളൊരു 100 hours പ്രോഗ്രാമിലാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എക്സാം പാറ്റേണിനെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ഈ എക്സാമിനകത്ത് ഒരു കാര്യം കൂടെ ഇവിടെ നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞു, അതായത് ജെയിംസ് സാർ ആണെന്ന് തോന്നുന്നു, 2 സബ്ജക്റ്റ് അടുപ്പിച്ച് വരുന്ന ഒരു സെക്കൻഡ് സാറ്റർഡേയും അല്ലെങ്കിൽ 4th സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ 2 എക്സാമുകൾ ഒന്നിച്ചു വരും. ടോട്ടൽ 4 എക്സാമുകളിൽ 2 എക്സാം അടുപ്പിച്ച് വരും. അപ്പോൾ കുറച്ചുകൂടെ അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യണം. എന്തായാലും മൊത്തത്തിൽ നല്ലോണം പ്രിപ്പയർ ചെയ്യണം ഇത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സപ്പോർട്ട്. നിങ്ങൾ ഈ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഈ കോഴ്സ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമുക്ക് മ്യൂച്വലായിട്ട് ഇതിൽ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് എത്താം, ആ വിജയത്തിലെത്താൻ വേണ്ടി IBS നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ഒരുക്കിയിരിക്കുന്നത്, അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ സപ്പോർട്ടാണ് ഈ പ്രോഗ്രാമിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്പർ 1 നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളാണ്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞതുപോലെ ഈ ബാങ്കിങ്ങിൽ ഇത്തരം ടോപ്പിക്കുകളിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുകയും ടീച്ചിങ് ഫ്ലെയറുമുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് IBSന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും എടുക്കുമ്പോൾ അവർക്ക് ആ ടോപ്പിക്കിൽ നല്ല ഒരു ധാരണ ഒന്നെങ്കിൽ ഇതിനകത്ത് എക്കണോമിക്സ് എന്നൊരു ടോപ്പിക്കുണ്ട് പേപ്പർ 1-നകത്ത്. അതെടുക്കുന്ന എക്കണോമിക്സിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒന്നെങ്കിൽ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബാങ്കർ ആയിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്ന അങ്ങനെയായിരിക്കും. അതേപോലെ മറ്റ് ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ് ഒക്കെ വരുന്നത് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് ബാങ്കർ തന്നെയായിരിക്കും. അപ്പൊ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, ആ മേഖലയിൽ പ്രാക്ടീസ് ഉള്ള, പഠിപ്പിക്കാൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന, താല്പര്യവുമുള്ള ഫാക്കൽറ്റി ആയിരിക്കും നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ് എടുക്കുന്നത്. ഏതാണ്ട് 100 മണിക്കൂറിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ക്ലാസിന്റെ മോർണിംഗ് ടൈം 5:45 to 7:15 ആണ് മോർണിംഗ് ബാച്ച്. ഈവനിങ് ബാച്ച് 8 to 9:30 ആണ്. ഇപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ബാച്ചിലുള്ള ഏതാണ്ട് എല്ലാവർക്കും മാക്സിമം നമ്മൾ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്
പിന്നെ അല്പസ്വല്പം ഹോളിഡേ ബാച്ചും ഹോളിഡേയും കൂടെ വരുമ്പോഴാണ് ഇത് നമുക്ക് എക്സാമിന് ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ 10-15 ദിവസം മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ എല്ലാം തന്നെ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം നിങ്ങൾ ഈ കോഴ്സിന് സമയം കിട്ടുമ്പോൾ വന്നിത് പഠിക്കുക എന്നുള്ളതിനേക്കാളും സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആവശ്യം. സമയം കണ്ടെത്തി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മിസ്സാക്കാതെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് ജയിക്കാൻ ചാൻസസ് ഉള്ളൂ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഈ 4 പേപ്പർ ആയ പിന്നെ 2023 പാസ് പെർസെൻറ്റേജ് IIBF-ന്റെ ശരിക്കും നോക്കിയാൽ അതൊരു സിംഗിൾ ഡിജിറ്റിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. മുൻപ് കണ്ടിരുന്ന 15 to 18%, 20% വരെയുള്ള റിസൾട്ട് അത് സിംഗിൾ ഡിജിറ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇത്. അതിനകത്ത് മേജർ കാരണം സബ്ജക്റ്റുകളുടെ കൂടുതൽ മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യന്റെ ലെവലുകൾ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികൾക്ക് ഉള്ള വ്യത്യാസം, കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് ക്വസ്റ്റ്യനുകൾ മാറി. രണ്ടാമത് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ആത്മവിശ്വാസം, അവരെടുക്കുന്ന എഫേർട്ടിന്റെ അളവിലേക്കും അല്ലെ ആത്മവിശ്വാസക്കുറവും ഇതിനകത്ത് അതുവഴി ഉള്ള ഓർഡിനറി പ്രിപ്പറേഷനും ഇത് രണ്ടും ഒക്കെ ആണ് ഈ ഇത് റിസൾട്ടിനെ വളരെ ഒരു സാധാരണ റിസൾട്ടാക്കി മാറ്റാൻ കാരണം. അപ്പൊ ഈ എക്സാം പാസ്സാകാൻ ടഫാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഞാൻ പറയില്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത്. അപ്പൊ ഈ എക്സാമുകൾ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കാര്യമായി പ്രിപ്പയർ ചെയ്ത ഏതൊരാൾക്കും ഇത് നമുക്ക് ജയിക്കാൻ പറ്റും. ഞാൻ ഓൾ ഇന്ത്യ ആവറേജ് ആണ് 10% എന്ന രീതിയിൽ പറഞ്ഞത്. പിന്നീട് ഇതിനകത്ത് പെർസെൻറ്റേജിനകത്ത് വേറൊരു കുറവുണ്ടാകും. മറ്റൊരു കാരണം, പലരും 4 പേപ്പർ ആയപ്പോൾ ചിലപ്പോൾ 2 പേപ്പർ എഴുതുന്നു, 2 പേപ്പർ പിന്നീട് എഴുതാം, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പൊ 4 പേപ്പർ ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതും റിസൾട്ടിനെ പിന്നിലേക്ക് കൊണ്ടുവരാൻ കാര്യമായിട്ടുണ്ട്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഇതിനെ പേടിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം അല്ല, ടഫ് എക്സാം അല്ല. ഇത് നമുക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള, അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വർക്ക് എടുക്കേണ്ട, ഡിസർവിങ്, അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും നമുക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും, നമുക്കറിയാം ബാങ്കർ എന്ന നിലയിൽ നിങ്ങളുടെ ബാങ്കിങ് ഉത്തരവാദിത്തങ്ങളും പിന്നീട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസും ഈക്വലി അതൊക്കെ രണ്ടും ഉള്ള ആൾക്കാരാണ് ബാങ്കേഴ്സ്. പഴയ പോലെ സ്കൂളിലും കോളേജിലുള്ള കൂട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തവരല്ല, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ളവരായതുകൊണ്ട് എത്ര ശ്രമിച്ചാലും ചില ക്ലാസ്സുകൾ മിസ്സാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കണക്ടിവിറ്റി ഇഷ്യൂസോ നമ്മുടെ മാനസിക തലങ്ങളോ നമ്മുടെ ടയർഡ്നെസ് അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ക്ലാസ്സിന്റെ നമുക്ക് വേണ്ടത്ര അറ്റൻഡ് ചെയ്യാനോ അത്ര കൺസീവ് ചെയ്യാനോ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് സെഷൻ അടുത്ത ദിവസം ഞങ്ങളുടെ ആപ്പ് വഴി നിങ്ങളിലേക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡഡ് വീഡിയോസ് വഴി സബ്സിക്വന്റ് ഡേയിൽ തൊട്ട് നമുക്ക് പിന്നീട് എക്സാം വരെ കാണാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ ക്ലാസ് മിസ്സായി, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് കേൾക്കണം, ഒന്നും കൂടി അത് ഉറപ്പിക്കണം, ഇത്തരം കാര്യത്തിന് വേണ്ടി മാത്രമാണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കണ്ടത്, ക്ലാസ്സുകളുടെ അറ്റൻഡൻസിന് റെഗുലർ ക്ലാസ്സിന് ബദലായിട്ട് ഇത് യൂസ് ചെയ്യുന്നുള്ളതാണ്. അതിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത്തരം ഒരു ശ്രമം നടത്തരുത്. കാരണം റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ തീരെ കുറവായിരിക്കും. അത് നമ്മൾ സാധാരണ ഒരു പഠിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സീരിയസ്നെസ് പലപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊരു സാധാരണ സ്റ്റുഡന്റ് അല്ല, എല്ലാ പ്രിവിലേജും ഉള്ള ഒരു സ്റ്റുഡന്റ് അല്ല, എല്ലാ ലിമിറ്റേഷനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ നല്ലൊരു മോട്ടിവേഷൻ നിലനിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഹാഫ് വേയിൽ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവസാന ടൈമിൽ മാത്രം മാറ്റി വെച്ച് ഓടിപ്പിടച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം അറ്റൻഡ് ചെയ്ത്, ആ ക്ലാസ്സിൽ ഇപ്പോൾ ഫാക്കൽറ്റി ഇരിക്കുന്ന പറയുമ്പോൾ അതേ സമയത്ത് അവരോടൊപ്പം നിന്ന് ഒരു സ്റ്റുഡന്റിനെ പോലെ തന്നെ ഒരു ബുക്കും പേനയുമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 2 സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. 1 നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, 2 റെക്കോർഡഡ് വീഡിയോസ്, 3 PPT. നമ്മുടെ ഫാക്കൽറ്റി ക്ലാസ്സസ് എടുക്കുന്ന PPT നമ്മൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. ഒരു വലിയൊരു സപ്പോർട്ടിങ് ടൂളാണെന്ന് ഞാൻ അത് പറയില്ല, കാരണം പലപ്പോഴും ഫാക്കൽറ്റിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. എന്നാലും പലപ്പോഴും നല്ലൊരു ഡിമാൻഡ് അതിൽ കാണാറുണ്ട്. ആ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത ഒരാൾ ആ PPT അത് പല പോയിന്റ്സ് ആയിട്ട് റിമെമ്പറിങ്ങിനും ഒക്കെ ഓർമ്മ നിൽക്കാനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്.
ഇപ്പൊ മൂന്നാമത്തെ PPT ആണ്. നാലാമത്തത് നമ്മുടെ കോഴ്സ് മെറ്റീരിയൽസ് ആണ്. IBSന്റെ കോഴ്സ് മെറ്റീരിയൽസ് മാക്മില്ലൻ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് അതിന്റെ ഓരോ വരികളിൽ കൂടിയും പോയി അതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കൺസൈസ് മെറ്റീരിയൽ ആണ്. കാരണം ടാർഗറ്റ് വളരെ കൂടുതലാണെന്ന് കാണുമ്പോൾ പലപ്പോഴും അത് തുറക്കാനും വായിക്കാനും പലരും ബുദ്ധിമുട്ടും. മാത്രമല്ല മാക്മില്ലൻ ടെക്സ്റ്റിൽ ഉപയോഗിച്ചേക്കുന്ന വേർഡ് ഉണ്ട്, അതൊരു റെഫറൻസ് ബുക്കിന്റെ വേർഡിങ്സ് ആണ്, സ്റ്റൈലാണ്. അത് എഴുതുന്ന ആൾക്കാർ അവരുടെ കരുത്ത് കാണിക്കാനും അവിടെ ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്ന IBSന്റെ മെറ്റീരിയലിൽ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് എന്ന രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പരമാവധി സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സാമിന്റെ കോർ കണ്ടന്റ് ആവശ്യമായുള്ള പലതും അതിൽ നിന്ന് നമ്മൾ എടുത്ത് ഒരു കാച്ചിക്കുറുക്കിയ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇവിടെ നേരത്തെ നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞതുപോലെ അങ്ങനെ കൺസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറെ ലീക്കേജസും ഉണ്ടാവും, കുറച്ചൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ 100% കവറേജ് എന്തായാലും അതിൽ കിട്ടില്ല. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കോർ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്തുള്ള കോഴ്സ് മെറ്റീരിയൽ ആണ്. ഒരു ഹാൻഡി ആയിട്ടുള്ള വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് അതിനകത്ത് അത്തരം ആ കോഴ്സ് മെറ്റീരിയൽ. അതാണ് നമ്മുടെ അടുത്ത സപ്പോർട്ടിംഗ് സിസ്റ്റം. പിന്നീടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളുടെ കാര്യങ്ങളും മറ്റ് അപ്ഡേഷൻസ് നിങ്ങളെ അറിയിക്കും. ഇടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതാകാം. പിന്നെ നിങ്ങളെ ഒരു ലേണിംഗ് മൂഡിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും കണ്ടുവരുന്ന ബാങ്കേഴ്സിന്റെ തിരക്കുകളും മറ്റു പല കാരണങ്ങളുണ്ട് അതിൽ പാർട്ടിസിപ്പേഷൻ പലപ്പോഴും കുറവായിരിക്കും. അതൊരു പക്ഷേ ഫാക്കൽറ്റിയും ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അവർ ഇൻവോൾവ് ചെയ്തിട്ടും അവരോട് ഇതിനകത്ത് ജോയിൻ ചെയ്യും മറ്റുള്ളവർ അതിന്റെ റിയൽ ബെനിഫിഷ്യറീസ് അതിനകത്ത് ഇൻവോൾവ് ആകുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും നമ്മുടെ ഫാക്കൽറ്റീസിന് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം ചേരുന്ന കരുത്തരായ കുറെ ബാങ്കേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്ന പല ക്വാളിഫിക്കേഷൻസ് ഉള്ള ബാങ്കേഴ്സ് ഒന്നിച്ചു ചേർന്ന് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഏവർക്കും കാര്യമായി പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് അത് മാറ്റാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നമ്മുടെ ഒരു കാൻഡിഡേറ്റ് വേണമെങ്കിൽ അതിലൊരു 10 ബുള്ളറ്റ് പോയിന്റ്സ് പ്രിപ്പയർ ചെയ്ത് അതിനെ പറ്റി ഇടാം. നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞ് ആ കോഴ്സ് മെറ്റീരിയൽ നമ്മളെ ഒന്ന് വായിച്ചു അതിനെ വീണ്ടും കൺസൈസ് ചെയ്തിടാം. 2-3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്തിടാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ഗംഭീരമായി ഈ ഒരു ടൈം പീരീഡിൽ പർപ്പസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലേണിങ്ങിന് കാരണമാകും. അപ്പൊ അത്തരം ഒരു ലേണിംഗിലേക്കൊക്കെ നമ്മൾ കിടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ എക്സാം സിമ്പിൾ ആവും, നിസാര എക്സാം ആയിട്ട് മാറും. തീർച്ചയായിട്ടും ഇതൊരു നിസാര എക്സാം ആയിട്ട് മാറും. പ്രൊഫഷണൽ എന്നുള്ള ആ ഒരു വെച്ച് പീഡിപ്പിക്കുന്നതൊക്കെ അങ്ങ് പോകും. അപ്പൊ അത്തരം ഒരു പഠനത്തിനുള്ള സ്കോപ്പാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പിന്നീടുള്ളത് ഫൈനൽ നിങ്ങളുടെ അടുത്ത സപ്പോർട്ട് എന്ന് വെച്ചാൽ എക്സാം അടുത്ത് വരുമ്പോൾ ടെലഗ്രാമിൽ കുറച്ച് ക്വിസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും തിയറി ക്ലാസ്സുകളാണ്. ഒപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട്. പക്ഷെ ലിമിറ്റഡ് ആയിട്ടേ പറ്റാറുള്ളൂ, ടൈം കൺസ്ട്രെയിൻസ് കൊണ്ട് തന്നെ. നമ്മൾ അതിനെന്താ ചെയ്യുന്നത്, നമ്മുടെ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് അല്ല. പക്ഷെ എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് ആ എക്സാമിനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ചേർത്ത് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിലുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിന്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ മോക്ക് ടെസ്റ്റുകൾ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമ്മൾ അവസരങ്ങൾ ഒരുക്കും. ഇതുകൂടാതെ വാട്സാപ്പിലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ മറ്റെല്ലാമായിട്ട് ഇടയ്ക്ക് ഞങ്ങളും നിരന്തരം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ ടീമിലുള്ളവരും ഒപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ തന്ന പേയ്മെന്റും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിനും തിരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ തരുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം ഫാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. ഏതാണ്ട് 100+ hours ലൈവ് സ്ട്രീമിംഗ് ക്ലാസ്സസ് കണ്ടക്റ്റഡ് ബൈ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി. 2, നമ്മുടെ ക്ലാസ്സുകൾ മിസ്സാവുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് മെയിൻലി കാണാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ്. അതെങ്ങനെ കാണാൻ സാധിക്കുക, നിങ്ങൾക്ക് ഒരു ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. IBS ആപ്പ് വഴി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഏത് സമയത്തും കാണാം. 3, നമ്മുടെ PPTs. 4, നമ്മുടെ കൺസൈസ് കോഴ്സ് മെറ്റീരിയൽ. നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന കൺസൈസ് കോഴ്സ് മെറ്റീരിയൽസ് ഹാർഡ് കോപ്പി തന്നെ. 5, വാട്സപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പോസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. 6, മോക്ക് ടെസ്റ്റുകൾ, ധാരാളം മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം. 7, ടെലഗ്രാമിൽ എക്സാം അടുത്ത് വരുമ്പോൾ ഉള്ള പ്രിപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. ഇതിനോടൊപ്പം നിങ്ങളോട് ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ നല്ല റിസൾട്ട് കിട്ടാനും നിങ്ങളെ ആ ട്രാക്കിലേക്ക് നിർത്താനും ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ ടീമിലുള്ളവരും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ. ഇത്രയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്ത് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ
നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് തോൽക്കാനുള്ള ഒരു അർഹത, തോൽക്കാനും വേണ്ടേ ഒരു കാരണം, അതിന് അർഹത വേണ്ടേ, ആ അർഹത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ തരുന്ന ഒരു സപ്പോർട്ട്. അപ്പൊ ഞാൻ ഇതിൽ കൂടി IBS നിന്നും മുന്നോട്ട് എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ പോകാൻ പോകുന്നതെന്ന്, 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. മിക്കവാറും ഈവനിങ് ബാച്ച് എടുത്തവർക്ക് ഓൾമോസ്റ്റ് 80% ടോപ്പിക്കുകൾ ഈവനിങ്ങിൽ തന്നെ തീരും. 15-20% നമുക്ക് ഹോളിഡേയിൽ അല്പസ്വല്പം ക്ലാസ് എടുത്തേ പറ്റൂ. ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്യും. ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ ആണ്, കാരണം 3-3.5 മാസത്തേക്ക് ഫാക്കൽറ്റീസ് ഓൾറെഡി ഡിസൈഡ് ചെയ്തു. അവരുടെ ഓരോരോ സാഹചര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, എല്ലാം ഇതിനകത്തൊരു ഇതാണ്. അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ അത് വന്നുകൂടായികയില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ. പിന്നെ ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ ഓരോ ടോപ്പിക്കുകളിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് 4 മോഡ്യൂളുണ്ട്. ചിലർക്കൊക്കെ ഒരു സബ്ജക്റ്റ് കാണുള്ളൂ, ചിലർക്ക് 2 സബ്ജക്റ്റ് കാണും, ചിലർക്ക് എല്ലാ സബ്ജക്റ്റും കാണും. അപ്പൊ ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് ഒക്കെ ബാക്കിയുള്ളവർക്ക് അവരുടെ ടോപ്പിക്സിന് വേണ്ടി കുറെ ഏറെ നേരം വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പാണ്, പുതിയൊരു രീതിയിലാണ് ഇത്തവണ നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിലുള്ള ടോപ്പിക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഈവനിങ് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. മോർണിംഗിൽ എടുക്കുന്ന ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഈവനിങ് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം 3-4 ടോപ്പിക്കുകൾ ഒക്കെ വേണ്ടവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് സമയം ഏറെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. മോർണിംഗ് ബാച്ചും ഈവനിങ് ബാച്ചിലും ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് പലപ്പോഴും കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾക്ക് മോർണിംഗ് ഈവനിങ് നിങ്ങളുടെ ടോപ്പിക്സ് പ്രയോറിറ്റി വെച്ചിട്ടും നിങ്ങളുടെ റിക്വയർമെന്റ് വെച്ചിട്ടും മോർണിംഗും ഈവനിങ്ങും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ 1-2 സബ്ജക്റ്റ് ആണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രാവിലെ മുതൽ എല്ലാ സബ്ജക്റ്റും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരമാവധി മോർണിംഗ് ടൈമിലേക്ക് വരാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നല്ലതാണ്. ഏർലി മോർണിംഗ്, മറ്റ് ടെൻഷൻസ് ഒന്നും ഇല്ലാതെ, മറ്റ് ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാതെ, മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസോ മറ്റ് ഗസ്റ്റ് ഒന്നും നമ്മുടെ വീട്ടിൽ വരുന്നോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് ഏർലി മോർണിംഗ്. ആ ടൈമിൽ മറ്റൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ 4 പേപ്പറും ഒന്നിച്ചുള്ള ഒരു പരമാവധി മോർണിംഗ് ബാച്ച് ആണെങ്കിൽ കുറെ കൂടി നല്ലതാണെന്ന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. വൈകുന്നേരങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ടയർഡ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഗസ്റ്റിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വരും, ചിലപ്പോൾ ഒരു ഗസ്റ്റ് വീട്ടിൽ വരാം, ചിലപ്പോൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഇത് നമ്മൾ അതിൽ എൻഗേജ് ആകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ 2 പേപ്പർ 1 പേപ്പറൊക്കെ ഉള്ളവര് ഏത് ടോപ്പിക്കാണ് നിങ്ങളുടെ പ്രയോറിറ്റി അത് നോക്കിയിട്ട് ആ ബാച്ച് അതിന്റെ സബ്ജക്ട് നടക്കുന്ന ടൈമിൽ ജോയിൻ ചെയ്താൽ മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഞങ്ങൾ ചെയ്തു തരും. സബ്സിക്വന്റ് ആയിട്ട് വരുന്ന പിന്നീടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനുള്ള അവസരവും നമ്മൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ക്ലാസ്സുകളുടെ ഒരു രീതികൾ. ആ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് അല്പസമയം കൂടി നിങ്ങളടുത്ത് ഇന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ അത് നമ്മുടെ ടോപ്പിക്സിന്റെ നമ്മുടെ കോഴ്സ് രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഒരു ഐഡിയ കിട്ടി. എനിക്ക് 1-2 തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങളാണ് ഇതിനകത്ത്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 1 ടൈം എഫേർട്ടാണ്. JIB ഒരു 1 ടൈം എഫേർട്ടാക്കി നമ്മൾ മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം, 3 to 4 months, 3 മാസം 4 മാസം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ ആ 3-4 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ജയിച്ചാൽ നമുക്ക് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ലൈഫ് ടൈം ആണ്. മോണിറ്ററി ബെനിഫിറ്റ് ലൈഫ് ടൈം ആണ്. JIB പാസ്സായിട്ട് അതിന്റെ പ്രൊമോഷനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന്റെ ബെനിഫിറ്റും നമ്മൾ വർക്ക് ചെയ്യുന്ന കരിയർ സ്പാൻ ചെയ്യുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ പല ബാങ്കുകളും നിങ്ങൾക്കറിയാം, JIBക്ക് 3 മുതൽ 5 മാർക്ക് വരെയും CIBക്ക് 10 മാർക്ക് വരെയും പല ബാങ്കുകളും പ്രൊമോഷന് വെയിറ്റേജ് ആയിട്ട് ഗ്രേസ് മാർക്കായിട്ട് കൊടുക്കുന്നു. 1. പല ബാങ്കുകളും 2 വർഷം സീനിയോറിറ്റി കൽപ്പിക്കുന്നു. പിന്നീട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ കിട്ടുന്ന ആ ഇൻഫ്ലുവൻസ്, ആ ഒരു പോസിറ്റിവിറ്റി, ഇതെല്ലാം നമ്മുടെ പ്രൊമോഷനെ വളരെയധികം. ഈയിടെ നമ്മുടെ ഒരു ബാങ്കില് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒരു ഹിന്ദു പേപ്പറിൽ ഇങ്ങനെ കാണാനിടയായി. അതിൽ കൊടുത്തിരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനായിട്ട് എടുത്തു പറഞ്ഞ ആകെയുള്ള 4 വരികളിൽ ഒരു വരി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസിലെ ഒരു സർട്ടിഫൈഡ് അസോസിയേറ്റ് ആണ് എന്ന് ഒരു ബാങ്കിന്റെ, ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചു കാണാം, ഞാൻ ആ ബാങ്കിന്റെ ഇത് പറയുന്നില്ല. അപ്പോ ഒരു അത്രയും ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും എടുത്തു കാണിച്ചിരിക്കുന്നത് ഒരു CIB ആണ് എന്ന് പറഞ്ഞത് അതിന്റെ തിളക്കം തന്നെ എന്തുമാത്രമാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് തലത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ട്
എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന്, വൺ ടൈം എഫേർട്ട്, ലൈഫ് ലോങ് മരിക്കുന്നത് വരെയുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എല്ലാ അർത്ഥത്തിലും. ഇൻക്രിമെന്റ്, പലപ്പോഴായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം കൂട്ടിയാൽ കോടിക്കണക്കിന് രൂപ, കോടിക്ക് മേളിൽ പോകുന്ന, മേ ബി ഈസി ആയിട്ട് ഒരു 1.5 to 2 crore വരെ എത്താവുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് JIBയും CIBയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു റെക്കറിങ് ബെനിഫിറ്റ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ ചെറിയൊരു ഇതല്ല, നമ്മുടെ എഫേർട്ടിന് തികച്ചും വർത്താണ്. 3 മാസത്തെ അത് നമ്മൾ ബാങ്കിൽ പോകുന്നുണ്ട്, ബാങ്കിലെല്ലാം പോയി ബാക്കിയുള്ള അഡീഷണൽ ടൈമിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തികച്ചും വർത്താണ്. ഒന്ന്, അപ്പൊ നമ്മളെപ്പോഴും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ബെനിഫിഷ്യൽ ആണോ, അത് വർത്താണോ എന്ന് നമ്മളൊരു സെൽഫ് അസസ്മെന്റ് നടത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെൽഫ് അസസ്മെന്റ് ലേബിളിലേക്കാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. 3 മാസത്തെ നിങ്ങൾ ബാങ്കിലെല്ലാം പോയി ലീവ് ബാങ്കിലേക്ക് പോകാതെയുള്ള 3 മാസമാണ്. ബാങ്കിലൊക്കെ ജോലി വെച്ച് നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഫാമിലി കമ്മിറ്റ്മെന്റ് ഒപ്പം തന്നെ അല്പം അഡീഷണൽ ടൈം കണ്ടെത്തി, എക്സ്ട്രാ ടൈം കണ്ടെത്തി നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ലൈഫ് ലോങ് ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. പിന്നെ കരിയറിൽ നീളുന്ന നമ്മുടെ പ്രൊമോഷൻ ബെനിഫിറ്റ് ആണ് രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചത്. അത് നമ്മുടെ സീനിയോറിറ്റിയുടെ ബേസിലും, 2 ഗ്രേസ് മാർക്കായിട്ട്, 3 ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ആ ഒരു ഇതിൽ എല്ലാം കരിയറിനെ അത് സഹായിക്കുന്നു. മൂന്നാമത്, നമ്മളോടൊപ്പം എല്ലാവരും വർക്ക് ചെയ്യുമ്പോഴും, നമ്മളൊക്കെ എവിടെ വർക്ക് ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഓഫീസസ് ഒക്കെ ആകുമ്പോൾ നമ്മളത് ക്വാളിഫിക്കേഷന്റെ ഭാഗമായിട്ട് CIB വെക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മളോടൊപ്പം നിൽക്കുന്നവരോടൊക്കെ നമ്മൾ CIB കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും CIB കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വാല്യൂ, നമ്മുടെ ആ സഹപ്രവർത്തകരിൽ നിന്നൊരു വാല്യൂ, അത് കംപ്ലീറ്റ് ചെയ്ത വാല്യൂ കുറയുന്നു എന്നല്ല, അത് ഉണ്ടാക്കുന്ന ഒരു ഡിഫറൻസ്, അത് അടുത്തൊരു കാര്യമാണ്. നാലാമത്, നമ്മൾ ലൈഫിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നോളജ്. ഒരിക്കൽ നമ്മൾ ആഡ് ചെയ്ത നോളജ്, അത് പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ നോളജ് എൻറിച്ച്മെന്റ്. നിങ്ങൾ ഒരിക്കൽ 12th സ്റ്റാൻഡേർഡ് ആയപ്പോൾ നിങ്ങളുടെ നോളജ് ലെവൽ എന്തായിരുന്നു, നിങ്ങളെന്ന വ്യക്തിത്വം എന്തായിരുന്നു, അത് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എന്തുമാത്രം അപ്ഗ്രേഡേഷൻ ഉണ്ടായി, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നിങ്ങളായിട്ട് ഷേപ്പ് ചെയ്തെടുത്തത് ഈ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇവിടെ വീണ്ടും നിങ്ങളെന്ന ബാങ്കറെ വീണ്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബാങ്കറാക്കുന്നത്, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ബാങ്കർ ആക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇൻക്രിമെന്റിന് വേണ്ടിയിട്ടോ മറ്റു ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വർക്ക് പ്ലേസിൽ വേണ്ടാത്തതല്ല, വർക്ക് പ്ലേസിൽ വേണ്ടത് തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത് കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ബാങ്ക് തരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ചോദിക്കണം. ഞാൻ ഇന്ന് കുറച്ച് ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഇത് വേണ്ടതാണ്. കാരണം ഞാൻ പാസ് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, 10% താഴെ നിൽക്കുന്ന ഈ എക്സാമിന്റെ പാസ് പെർസെൻറ്റേജ് പലപ്പോഴും താഴെ വരാൻ നമ്മൾ പ്ലാൻഡ് അല്ലാതെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സാലറി തരും. നിങ്ങൾ സാലറി ഒരു ബാങ്കിൽ ഈ JIB CIB ഇൻക്രിമെന്റ് ഇല്ലെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ആരും റിസൈൻ ചെയ്ത് പോയിട്ടില്ല, ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലോട്ട് പോയിട്ടുമില്ല. അപ്പൊ നിങ്ങളെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇൻക്രിമെന്റ് തരണമെന്നൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്ര കോടി രൂപ മുടക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടാവും, അതിന് വ്യക്തമായ ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് സെർവ് ആകുമ്പോഴാണ് നിങ്ങൾക്കും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നിങ്ങൾ മുടക്കിയ പൈസയ്ക്ക് മറ്റൊരാൾ നിങ്ങൾക്ക് ചെയ്തു തന്ന ഇന്നതാണ്, ഓക്കെ ഫൈൻ എന്ന് നിങ്ങൾ പറയാം. എന്ന് പറയുന്നത് പോലെ നമുക്ക് ബാങ്കിനെ കൊണ്ടും ഓക്കെ ഫൈൻ എന്ന് പറയിക്കണം. അവർ നമ്മൾ കോടികൾ നമുക്ക് തരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ബാങ്കിന്റെ പർപ്പസ് എന്താണ്? വളരെ സിമ്പിൾ. അതായത് ബാങ്കിന് നല്ല ബിസിനസ് ചെയ്യണം. തീർച്ചയായിട്ടും നല്ല ബിസിനസ് ചെയ്യാൻ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഹ്യൂമൻ റിസോഴ്സ് ആണ്. വളരെ നോളജ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ബാങ്കിന്, അഥവാ ഏതൊരു ഓർഗനൈസേഷൻ ഇരിക്കുക എന്നുള്ള ആ ഓർഗനൈസേഷന്റെ ഒരു വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങളെ നോളജ് എൻറിച്ച് ചെയ്ത് നിങ്ങളെ കോൺഫിഡന്റ് ആക്കിയിട്ട് കസ്റ്റമറിനെ നല്ല രീതിയിൽ മാക്സിമം ഡീൽ ചെയ്ത് നല്ല ബിസിനസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ബാങ്കിന് നിങ്ങൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നിങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ നോളജ് എൻറിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ഈ തരുന്ന എല്ലാ സപ്പോർട്ടും തരുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം, ബാങ്കിന്റെ ലക്ഷ്യം നോളജ് എൻറിച്ച്മെന്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പലപ്പോഴും ഒരു ബാങ്കിൽ ഇരിക്കുന്ന പലരും നല്ല കുറെ ആൾക്കാരെങ്കിലും എപ്പോഴും പറയാൻ ടെൻഷനാണ് ബാങ്കിൽ വളരെ എന്ന് പറയാറുണ്ട്. പലപ്പോഴും അതിനുള്ള കാരണം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ആ പ്രോസസ്സ് അത്ര കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാകാം. അപ്പൊ ആ പ്രോസസ്സ് പോലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു നോളജ്ഫുൾ ആയിട്ട് നമ്മൾ ഇരുന്നാൽ കുറെ കൂടെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ടെൻഷൻ കുറച്ച് നമ്മൾ ബാങ്കിൽ വർക്ക് ചെയ്യാൻ
സാധിക്കും എന്നുള്ള വലിയ നേട്ടവുമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ബാങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ റോൾ പ്ലേ ചെയ്യാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. കാരണം അത് നമുക്ക് വളരെയേറെ ഹെൽത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നിങ്ങളുടെ ഹെൽത്ത് പ്രൊട്ടക്ഷനും നിങ്ങൾ എന്ന വ്യക്തിയുടെ ഡിഗ്നിറ്റി നല്ല രീതിയിൽ നിർത്തി ബാങ്കിനും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ആണ് അവിടെ ബാങ്ക് ഉദ്ദേശിച്ചത്. ആ ബാങ്ക് ഇത്രയും കോടികൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നോളജ് എൻറിച്ച്മെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അത് ഉൾക്കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് റിവേർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ആ പ്രോസസ്സിനിടയിൽ നമ്മൾ ഈസി ആയിട്ട് JABയും CABയും പാസ്സാവും, നമുക്ക് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് കിട്ടും. ഇതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും തയ്യാറാകുക. ഈ കോഴ്സ് 6 മാസം കൂടുമ്പോഴുള്ള എക്സാം ആണ്. എന്തുകൊണ്ടാണ് ഇത് 6 മാസം കൂടുമ്പോൾ എക്സാം നടത്തുന്നത്? എന്തുകൊണ്ട് ഇത് എല്ലാ മാസവും നടത്തിക്കൂടാ? തീർച്ചയായിട്ടും ഈ 4 സബ്ജക്ട് പഠിക്കാൻ റീസണബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 6 months ആണ്. അപ്പൊ ഒരു 6 monthsന്റെ പ്രിപ്പറേഷൻ വേണമെന്ന് ഈ സർട്ടിഫൈയിങ് അതോറിറ്റി വിശ്വസിക്കുന്നു, IIBF വിശ്വസിക്കുന്നു. 6 മാസത്തെ ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ ആണ് ഇതിന് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് 6 മാസം കൂടുമ്പോൾ ഈ എക്സാം ആക്കിയത്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ 6 മാസം എന്ന് പറയുമ്പോൾ 6 മാസത്തിലേക്ക് പോകണ്ട, അറ്റ്ലീസ്റ്റ് 3 മാസത്തെ നല്ല പ്രിപ്പറേഷൻ ഇതിനകത്ത് വേണം. അതിൽ കുറഞ്ഞുള്ള പ്രിപ്പറേഷൻ തുനിയുമ്പോൾ അവിടെ എഗെയിൻ നമ്മൾ വലിയ റിസ്കിലാണ് ചെന്ന് ചാടും. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വളരെ ചെറിയൊരു എഫേർട്ട് എടുത്ത്, അതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മുടെ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിൽ അതും അടക്കം ഒട്ടും ആക്റ്റീവ് അല്ലാതെ ക്ലാസ്സുകൾ പലതും മിസ് ചെയ്ത് ലാസ്റ്റ് എക്സാമിന് ഒരാഴ്ച 10 ദിവസം 15-20 ദിവസം മുമ്പ് വളരെയധികം സ്ട്രോങ് ആയിട്ട് പഠിക്കാൻ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന കുറെ പേർ അൾട്ടിമേറ്റ്ലി അവര് എത്തും ഒരു പക്ഷേ 40, 42, ആ 45 താഴെ, അല്ലെ ചില പേപ്പറുകൾ ഇത് സക്സസ് എത്തും അങ്ങനെ. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് 4 പേപ്പറും കവർ ചെയ്ത് ആത്മവിശ്വാസത്തോട് ഒരുപക്ഷെ അഗ്രിഗേറ്റ് മെത്തേഡിന്റെ അത് സപ്പോർട്ട് വേണ്ട, എല്ലാത്തിലും 50 മാർക്ക് മേടിച്ച് പാസ്സാകാൻ കോൺഫിഡന്റ് ആയിട്ട്, മുമ്പ് നമ്മുടെ സാറ് പറഞ്ഞതുപോലെ എക്സാമിന് തലേന്ന് തീർച്ചയായിട്ടും നന്നായിട്ട് ഉറങ്ങണം, ഉറങ്ങിയിട്ട് തന്നെ വേണം പോകാൻ. അല്ലാതെ രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഒരു എന്താ പറയുന്ന ഒരു ഗോലി, അതായത് ഒരു ടാബ്ലറ്റും കഴിച്ച് നമ്മളൊരു സെഡേഷനിലായിട്ട് പോയി എക്സാമിന് പോയിരുന്ന ഉള്ളതും കൂടെ പോകും. അപ്പം നമുക്ക് അല്പം നേരത്തെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മളിൽ നിന്നും ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ 3-4 മാസത്തെ നല്ല പ്രിപ്പറേഷൻ ഇതിന് തീർച്ചയായിട്ടും വേണം. പിന്നെ ഇത്തരം ഒരു ജേർണിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ബാങ്ക് നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, ബാങ്ക് മോട്ടിവേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കോൾ എടുക്കാം, വേണോ വേണ്ടായോ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങൾ ഡിസിഷൻ എടുത്തവരാണ്, അല്ലെങ്കിൽ ഡിസയറോടുകൂടി വന്നവരാണ്. എന്താണ് നിങ്ങളുടെ ഇത്തവണത്തെ ലക്ഷ്യം? ഇത്തവണ JAB പാസ്സാവണം. ഇതൊരു ലക്ഷ്യമാണ്, ഇതൊരു ആഗ്രഹമാണ്. JAB എനിക്ക് ഇത്തവണ പാസ്സാവണം. ഓക്കെ, അപ്പൊ ഒരു ആഗ്രഹമാണ്, അതാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഇതായത് മെറ്റീരിയലൈസേഷനിലേക്ക് വരുമ്പോൾ ആ ഡ്രീം ഡ്രീം എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ആ ലാസ്റ്റ് 4 പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് JAB പാസ്സാവുമ്പോൾ ആ ഒരു മൊമെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്കിങ് എക്സാം ക്രാക്ക് ചെയ്ത് ബാങ്കിൽ വന്ന് ആ ഒരു ബാങ്കിൽ ജോലി കിട്ടി എന്നുള്ള ആ മൊമെന്റ് പോലെ അതുപോലെ ബാങ്കിനകത്ത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഈ കോഴ്സ് പാസ്സാവുന്നതിന് വേണ്ടി ആ പാസ്സാവുന്ന ദിവസത്തെ പറ്റി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അത് ഇപ്പം നമ്മൾ തുടങ്ങി വെച്ച ആ ആഗ്രഹം അതൊരു റിസൾട്ട് ആകാൻ വേണ്ടിയിട്ട്, സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഡ്യൂറേഷൻ, അതിനിടയ്ക്ക് നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ആ ഒരു എന്താ പറയാ മെറ്റീരിയലൈസേഷനും ഇടയ്ക്കൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനെയാണ് എഫേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹമുള്ള എല്ലാവർക്കും അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. ആഗ്രഹത്തിലാണ് തുടങ്ങുന്നത്. ആഗ്രഹത്തിൽ തുടങ്ങി അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ ഓഫ്കോഴ്സ് JAB CAB പാസ്സാവുന്ന അച്ചീവ്മെന്റ് തന്നെയാണ്, പ്രത്യേകിച്ച് പുതിയ സിലബസ് ഒക്കെ വരുമ്പോൾ സിലബസിലൊക്കെ. അപ്പൊ അച്ചീവ്മെന്റിലേക്ക് എത്തണം. ഇതിനിടയ്ക്കൊരു സംഗതി ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തില് എ സീരീസ് ഓഫ് സീരിയസ് എഫേർട്ട് ആണ് സക്സസ്. അപ്പൊ നമ്മൾ സക്സസിലേക്ക് എത്തണമെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് എഫേർട്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. നമ്മുടെ മാർക്കറ്റിംഗ് ലെറ്ററിൽ തന്നെ ഞങ്ങൾ ജോയിൻ അസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. പ്രിപ്പയർ വെൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എൻജോയ് സക്സസ്, ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ തന്നെ. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യൂ, നിങ്ങൾ സക്സസ് എൻജോയ് ചെയ്യൂ എന്നല്ല പറയുന്നത്. നിങ്ങൾ യു ഹാവ് ടു പ്രിപ്പയർ. ഇതിനാണ് നമ്മൾ നിങ്ങളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എമിനന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ എല്ലാം തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഞങ്ങളെ മാക്സിമം
ഇക്കാര്യത്തിൽ നമ്മുടെ ക്ലാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക വേണ്ടി വന്നില്ല എങ്ങനെയായാലും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ നോളജ് എൻട്രി ചെയ്യുന്നതിനും ആ ഒരു പ്രോസസ്സിനിടയ്ക്ക് നിങ്ങൾ ഇത് ജയിക്കാനും നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കാനായിട്ട് പഠിക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. എക്സാമിന് ജയിക്കാനായിട്ട് പഠിക്കുന്നു, എക്സാം ജയിക്കണം, ഇതാണ് നിങ്ങളുടെ പർപ്പസ്. ഇതിൽ ധാരാളം റിസ്ക് ഉണ്ട്. മറിച്ച് ഈ ബാങ്ക് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എന്തിന്, നിങ്ങളുടെ നോളജ് എൻട്രി ചെയ്യണം. യെസ്, അപ്പൊ നോളജ് എൻട്രി ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടി നിങ്ങൾ ഇറങ്ങിയാൽ ഒരു റിസ്ക്കും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റുകൾ ഓരോന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സബ്ജക്റ്റുകൾ ഓരോന്നും നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന ആ പ്രോസസ്സിനിടയിൽ നമ്മൾ ഈസി ആയിട്ട് ജയിക്കും. അപ്പൊ ജയിക്കുക, ഈ എക്സാം ജയിക്കാൻ വേണ്ടി പഠിക്കണം, എക്സാം ജയിക്കാൻ വേണ്ടി പഠിക്കണം. മറിച്ച് നമ്മൾ ഇത് കണ്ടന്റ് നമ്മൾ എന്താണെന്ന് അറിയാൻ നമ്മൾ കാര്യമായ പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ആ അറിയുന്ന പ്രോസസ്സിനിടയ്ക്ക് ജയിക്കുക എന്നുള്ളത് വളരെ സാധാരണമായ സംഗതിയായി മാറും. അപ്പൊ നോളജ് എൻട്രി ചെയ്തു, ഇതുമായി അൾട്ടിമേറ്റ്ലി നമ്മൾ ഇത് ബെനിഫിറ്റഡ് ആണോ? യെസ്. 4 മാസത്തെ നമ്മുടെ എഫേർട്ട് നമുക്ക് ലൈഫ് ലോങ് ഇൻക്രിമെന്റിലേക്ക് ഒരു പാതയൊരുക്കി. എല്ലാ മാസവും കിട്ടുന്ന ഇൻക്രിമെന്റ്, ലൈഫ് ലോങ് ഇൻക്രിമെന്റ്, റിട്ടയർമെന്റ് ടൈം, റിട്ടയർമെന്റ് ബെനിഫിറ്റിനോടൊപ്പം പിന്നീട് എല്ലാം സ്പൗസിലേക്ക് വരെ നീണ്ടുപോകുന്ന, ഫാമിലി പെൻഷൻ രൂപത്തിലോട് പോലും പോകാവുന്ന ആ ഒരു ബെനിഫിറ്റിലേക്ക് പോകുന്ന ഒന്ന്, നമ്മുടെ കരിയറിനെ ഏത് രീതിയിലും സഹായിക്കുന്ന രീതിയിലുള്ള കരിയർ പ്രോസ്പെക്ട്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന തലത്തിൽ നമുക്ക് എന്നും ധൈര്യമായിട്ട് CIB കംപ്ലീറ്റ് ചെയ്തിരിക്കുമെന്ന ആ ഒരു പ്രൗഡോടുകൂടി നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ എല്ലാം CIB കംപ്ലീറ്റ് ചെയ്തു എന്നതിന്റെ ഒരു എന്നും ഉള്ള ബെനിഫിറ്റ്. ലൈഫ് ലോങ് നമ്മളിന്ന് അപ്സ്കിൽ ചെയ്തതിന്, നമ്മളൊന്ന് വീണ്ടും കുറെ കാലമായിട്ട് പഠിത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നവർക്ക് വീണ്ടും ഒരു നോളജ് ട്രാക്കിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ നേടിയെടുത്ത കുറെ അറിവ്, അതിൽ വഴി സുഗമമായിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യാനുള്ള അവസരം, ഇത്രയും കാര്യങ്ങളിലെല്ലാം വഴി വെക്കുന്നതാണ് ഈ കോഴ്സ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്ലാൻഡ് എഫേർട്ട് തന്നെ വേണം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, വളരെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യാനും. ഏതാണ് ഞാൻ പറയാം, 23 സീസൺ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്ത്യയിലെ ഇത്തരം രീതിയിലുള്ള ഒരു ഇൻഡെപ്തിൽ ക്ലാസ് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഇന്ന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ഇന്ത്യയിലില്ല. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന വളരെ ശരിയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. പക്ഷേ ഞങ്ങൾ തരുന്ന സപ്പോർട്ട് സ്വീകരിക്കാൻ വേണ്ടി റിയൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ വേണം. നിങ്ങളാണ് റിയൽ ബെനിഫിഷ്യറീസ്. അപ്പം ബെനിഫിഷ്യറീസ് ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുക, കാര്യമായി ഇത് കാര്യമറിഞ്ഞ് കാര്യമായി പ്രിപ്പയർ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ള അടുത്ത കാര്യം. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് പോകാൻ ഇരിക്കുക എന്നുള്ള, ബാക്കി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. JEBയുടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് അടുത്ത 4 മാസം നിങ്ങളോടൊപ്പം കാര്യമായ രീതിയിലുണ്ട്. ഒരു വ്യക്തമായ പ്ലാനിങ് തന്നെ ഇട്ടേക്ക്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഓഫ് കോഴ്സ് അതാണല്ലോ നമ്മൾ. പിന്നെ നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ സോഷ്യൽ ഫാമിലി സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇത് രണ്ടുമാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഒന്ന് സോഷ്യൽ ഫാമിലി കമ്മിറ്റ്മെന്റ് പ്ലസ് നിങ്ങളുടെ ഒഫീഷ്യൽ വർക്ക്. അതിനോടൊപ്പം മൂന്നാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് 2024 നമുക്ക് എഡ്യൂക്കേഷനും കൂടെ എടുക്കുക. ഇത്തവണ നമ്മൾ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ഒരു ഓർമ്മ വേണം. നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള എക്സാം ആണ്. അത് എന്തുകൊണ്ട് സീരിയസ് ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത്. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സാം ടേക്കപ്പ് ചെയ്യുന്നത്. അതിന്റെ ഗുണങ്ങൾ എന്താ നമ്മൾ നന്നായിട്ട് അറിയണം. ആ ഗുണങ്ങളെല്ലാം നന്നായിട്ട് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ജയം എന്നത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യം, അതെന്തൊരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്, തോൽക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ നമ്മളോടൊപ്പം ഇത് ഹാഫ് വേയിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതല്ല. നാളെ പഠിക്കാമെന്ന് പറയാനും പറ്റില്ല, കാരണം ബാങ്കിന്റെ മാറുന്ന സാഹചര്യങ്ങളിൽ ഓരോ സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത്, അല്ലെ എന്തൊക്കെ, അപ്പൊ ആ സമയത്ത് പഠിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. നമ്മളോടൊപ്പം റെഗുലർ ആയിട്ട് ഇന്ന് പഠിക്കണം. ക്ലാസ്സുകൾ വൈകുന്നേരം അറ്റൻഡ് ചെയ്യുന്നവരെ പറ്റി എനിക്ക് പറയാനുള്ളത്, അല്പം നേരത്തെ, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും, ക്ലാസ് തുടങ്ങുന്ന 5 മിനിറ്റ് മുമ്പ് തന്നെ ഫാക്കൽറ്റി വരും. വളരെ നേരത്തെ തന്നെ ഒരു ബുക്കും പേനയുമായിട്ട് വന്നിരുന്ന് നമ്മൾ ക്ലാസ്, സ്റ്റുഡൻറ്റ് നമ്മുടെ ബാങ്കിൽ ആരുമായിക്കോട്ടെ, നമ്മുടെ ജോയിൻ ചെയ്ത പലരില്ലാത്ത അസിസ്റ്റന്റ് ജനറൽ മാനേജേഴ്സ് തന്നെ ഒരു 3-4 പേരുണ്ട്. പിന്നെ ചീഫ് മാനേജേഴ്സും സീനിയർ മാനേജേഴ്സും ഒക്കെ ധാരാളം ഉണ്ട്. അവരൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട, നമ്മൾ നമ്മുടെ മക്കളോടും സിബ്ലിങ്സിനോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, ബുക്കും പേനയൊക്കെ എടുത്തോണം, പഠിച്ചോണം, പിന്നെ കിടന്ന് ഒന്നും അല്ല പഠിക്കേണ്ട, നൂന്നിരുന്ന് വേണേൽ പഠിക്കണം, അങ്ങനെയൊക്കെ വേണം. കാരണം നമ്മൾ ബിഹൈൻഡ് ദി സ്ക്രീൻ ആയതുകൊണ്ട് നമ്മൾ വളരെ ഒരു പാട്ട് കേൾക്കുന്ന രീതിയിൽ ഇരുന്ന്
പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള സബ്ജക്റ്റും അല്ല ഇതിനകത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട കോർ നല്ല ടോപ്പിക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഒരു സ്റ്റുഡന്റിന് വേണ്ട എല്ലാ ക്വാളിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചെത്തി അതേപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നേരത്തെ നിരന്തരമായിട്ട് രാവിലെ എണീക്കുന്ന ഒരു പ്രോസസ്സ് ഒരു 3 മാസത്തേക്ക് എടുക്കുക. ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര് ഫുള്ള് ആഹാരം കഴിച്ചിട്ട് വന്ന് ക്ലാസ് കേൾക്കാനിരിക്കുകയാണെങ്കിൽ ഉറക്കം പെട്ടെന്നാവും. അപ്പൊ അതുകൊണ്ട് ആഹാരം കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് കഴിക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഇട്ടേക്കുക. പിന്നെ ഇത് രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ വൈകുന്നേരം അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, റിവൈസ് ചെയ്യാനൊക്കെ വീണ്ടും ഒന്നും കൂടെ. ഡെയിലി പഠിക്കാൻ പറ്റാതാവുന്ന ഒരു വീക്കെൻഡിൽ നമുക്ക് സമയം കൂടുതലുണ്ട്. വീക്കെൻഡിൽ നമ്മൾ ഈ ടൈമിൽ യാത്രകളും JB നമ്മൾ അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് CIB ഓട്ടോമാറ്റിക് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വരും. അപ്പൊ യാത്രകളൊക്കെ ഒന്ന് കുറച്ച്, പിന്നെ നമ്മളെ യാത്രകളിലേക്ക് എപ്പോഴും ക്ഷണിക്കുന്ന ആൾക്കാർ ആരാണോ അവർ JB CIB ചെയ്തിട്ടില്ല, അവരെയും കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അവരെയും കൂടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് എപ്പോഴും ഡിസ്കഷനിൽ നമ്മൾ കോമൺ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ JB CIB വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, JB CIB എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന ബാങ്കേഴ്സ് ആണ് എങ്കിൽ അവരെയും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ ഒരുപക്ഷെ നമ്മളെക്കാൾ മോട്ടിവേഷൻ ചിലപ്പോൾ അവർക്ക് കാണും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യുകയും ഓക്കെ. ഒന്നുമല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ഒരു യാത്ര പോകാനോ മറ്റു കാര്യങ്ങളോ അവർ വിളിക്കാതെങ്കിലും ഇരിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇതിനെ ഉപയോഗിക്കാം. പിന്നെ വീക്കെൻഡിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് പോവാം. പിന്നെ എക്സാം അടുത്ത് വരുമ്പോൾ റിവിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ വേണ്ടത്ര പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയം അഥവാ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ഒരു ടൈം പീരീഡിൽ ഒരു 2-3 ആഴ്ച വരെ ലീവ്, 6 മാസം ഇരിക്കുമ്പോൾ 2-3 ദിവസത്തെ ലീവ് എന്നുള്ള രീതി, 2-3 ആഴ്ച ലീവ് എന്നുള്ള രീതി, 2 ആഴ്ചയെങ്കിലും അത് കുറച്ച് ടോപ്പിക് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ലീവ്. അതാ ഞാൻ പ്ലാൻഡ് എഫേർട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ എത്രയൊക്കെ ടോപ്പിക് കംപ്ലീറ്റ് ആയോ ആ ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടോപ്പിക്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലീവ് എടുക്കുക. എന്നിട്ട് അത് ബാക്ക്ലോഗ് വരുത്താതെ അത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. വീക്കെൻഡ് അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. യെസ്, ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്തു. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അതിന്റെ ടോപ്പിക്കുകൾ നിങ്ങളുടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഇതിൽ ഇടും. നമ്മുടെ ക്ലാസ്സുകൾ മോർണിംഗ് ബാച്ചിലും ഈവനിങ് ബാച്ചിലും തുടങ്ങുന്നത്. മലയാളം ബാച്ച് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ക്ലാസ് എടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മലയാളികൾ ജോയിൻ ചെയ്തേക്കുന്ന ആ ഒരു മലയാളം ബാച്ചിൽ തന്നെയാണ്. ജനുവരി 10th നമ്മൾ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിലാണ് തുടങ്ങുന്നത്. അക്കൗണ്ടൻസിയിലാണ് നമ്മൾ ജനുവരി 10th ക്ലാസ് ആരംഭിക്കുന്നത്. ജനുവരി 10th ഈവനിങ് ബാച്ച്. ജനുവരി 11th നമ്മൾ മോർണിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പേപ്പർ 3 ഈവനിങ് ബാച്ചിലും പേപ്പർ 1 മോർണിംഗ് ബാച്ചിലുമായിട്ട് ആണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഡ്യൂ കോഴ്സ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസരമുണ്ട്. വളരെ അധികം സീരിയസ് ആയിട്ട് നല്ല ഒരു ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ളവരാണെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും 2024 ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ JB മാത്രമല്ല CIBയും പാസ്സാക്കി തരാമെന്നുള്ള ഒരു അഷുറൻസ് എന്നത് നിങ്ങളുടെ എഫേർട്ടിനെ ബേസ് ചെയ്താണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൂടി നിങ്ങൾ ജയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കണ്ടീഷൻ ഇതാണ്, നമ്മളോടൊപ്പം ഉണ്ടാവണം. വളരെ സീരിയസ് ആയിട്ട് കാണണം. നമുക്ക് വലിയ നേട്ടമായ CIB എന്നുള്ളതും നമ്മൾ ഈ ഒരു 2024 കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഇതൊരു ഓപ്പൺ സെഷനാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവരും റെപ്രസെന്റേറ്റീവ് ബേസിസിൽ നിങ്ങൾക്ക് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മറ്റു പലർക്കും അത് ആൻസർ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. Okay, thank you, sir. Hello. Ask your doubts. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിയും കൂടെ വരുത്തുക. നിങ്ങൾ ബാങ്കേഴ്സ് ആണ്, തിരക്കുകൾക്കിടയ്ക്ക് പഠിക്കേണ്ടതാണ്. നിങ്ങളെ കൂടെ ബാങ്കേഴ്സിനെ കിട്ടിയാലേ JIB ആവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. നോൺ ബാങ്കേഴ്സ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഈ കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കാം. നോൺ മെമ്പേഴ്സിന് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, എസ്പെഷ്യലി കൊമേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ് അതായത്
MBA, BBA, BBM, BCom ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് തീർത്തും വളരെ നല്ലതാണ്. അപ്പൊ നാളെ കാരണം ഇത് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കഴിഞ്ഞവർക്ക് ഇന്റർവ്യൂ പ്രോസസ്സിൽ അവർക്ക് വെയിറ്റേജ് ഉണ്ട്. നാളെ ബാങ്കിൽ ജോയിൻ ചെയ്താൽ DBFനെ JIB ആയിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസിന് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അവർ നിങ്ങളെയും അവർക്ക് ഉള്ള സമയത്ത് കുറെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും, അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സായിട്ട് മാറുകയും ചെയ്യും. താങ്ക് യു. യെസ്. ഹലോ സാറേ. യെസ് പ്ലീസ്. സാർ എനിക്ക് വീക്കിലി ഇപ്പൊ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണോ ക്ലാസ്? യെസ് യെസ്. നമ്മുടെ ക്ലാസ്സുകൾ മോർണിംഗ് സെക്ഷൻ ആണ് ഇപ്പൊ ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത്. അല്ല, ഞാൻ അത് പറയാം. നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മോർണിംഗ് ടൈം നമ്മുടെ ക്ലാസ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. മൺഡേ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മൺഡേ നിങ്ങൾ ട്രാവലിംഗിലായിരിക്കും രാവിലെ. അപ്പൊ മോർണിംഗ് ടൈം ആകുമ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഈവൻ ഫസ്റ്റ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും ദിവസങ്ങളിൽ വരുമ്പോൾ സാറ്റർഡേ ഉണ്ടാവും. സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ വരുന്ന സമയത്ത് നമുക്ക് സാറ്റർഡേയിൽ ഉണ്ടാവില്ല. അപ്പൊ 5 to 6 days ഇൻ എ വീക്ക്. മോർണിംഗ് ബാച്ച് ട്യൂസ്ഡേ മുതൽ സാറ്റർഡേ വരെ ആണെങ്കിൽ ഈവനിങ് ബാച്ച് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും. മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും. ക്ലിയർ ആയോ? മൺഡേ ഈവനിങ്, തേഴ്സ്ഡേ ഈവനിങ്, വെനസ്ഡേ, തേഴ്സ്ഡേ, ദെൻ ഓഫ് കോഴ്സ് സാറ്റർഡേ, ഫ്രൈഡേ ഉള്ള ദിവസങ്ങൾ ഫസ്റ്റ് സാറ്റർഡേയിലും തേർഡ് സാറ്റർഡേയിലും നമുക്ക് ഫ്രൈഡേയും ക്ലാസ് കാണും. ഓക്കെ സാർ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഞാനിപ്പം ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ആ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് ആദ്യം ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടാണോ അടുത്ത, അതോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക? അല്ല, എങ്ങനെയാണ്? അല്പസ്വല്പം മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉള്ളവർക്ക് ആ ഒരു സബ്ജക്ട് നാല് ടോപ്പിക്സും അങ്ങ് തീർത്തിട്ട് പിന്നെ നിങ്ങൾ ഒരു ഐഡിയൽ ആയിട്ട് ഇരിക്കേണ്ടി വരുന്നില്ല. 2 മോഡ്യൂൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 2 ടോപ്പിക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് 3ഉം 4ലേക്ക് വരാനുള്ള ഒരു സൗകര്യം ചെയ്യുന്ന രീതിയിലാണ് ഇത്തവണ ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് 1ഉം 2ഉം സബ്ജക്റ്റ് ഉള്ളവർക്ക് നമ്മൾ ഈ 2 മോഡ്യൂൾസ് തീർന്നു കിട്ടുമ്പോൾ ആ 2 മോഡ്യൂൾസ് നന്നായിട്ട് നിങ്ങൾക്ക് അന്നേരം തന്നെ റിയൽ ടൈം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള സെൽഫ് പ്രിപ്പറേഷൻ സ്കോപ്പ് കൂടുതലാണ്. അപ്പൊ ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടെന്റേറ്റീവ് ടൈം ടേബിൾ നമ്മൾ നാളെ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. 1 പേപ്പർ 2 പേപ്പർ ഉള്ളവർക്ക് മറ്റ് ബാച്ചുകളിലും ഈ ക്ലാസ് നടക്കുമ്പോൾ കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ആ ക്ലാസ്സുകൾ കാണാനുള്ള സൗകര്യം ഒരുപക്ഷെ അതേ ഫാക്കൽറ്റി തന്നെ ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ വേറൊരു ഫാക്കൽറ്റി ആയിരിക്കും ചിലപ്പോൾ മറ്റൊരു ബാച്ചിൽ എടുക്കുന്നത്. അപ്പൊ ആ മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും നിങ്ങൾക്ക് കിട്ടും. 1 പേപ്പർ 2 പേപ്പർ ഉള്ളവർ കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ലൈവ് ക്ലാസ്സുകൾ, മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്. രണ്ടുപേരുടെ ഡൗട്ട് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കേണ്ട. മറ്റുള്ളവർക്ക് കൂടെ ആ ഡൗട്ട്സിന് ഒരു മറുപടി ആകുമ്പോൾ അവർക്ക് കൂടെ യൂസ്ഫുൾ ആകും. ഫ്രണ്ട്സ്, JIB ആദ്യമായിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. JIB ആദ്യമായിട്ട് എഴുതാൻ പോകുന്നു. ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം, നിങ്ങളുടെ ക്ലാസ്സും ഈ ഒരു നോട്ട് നിങ്ങൾ തരുന്ന കൺസൈസ് മെറ്റീരിയലും മതിയോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ക്ലാസ്, റെക്കോർഡഡ് വീഡിയോസ്, നമ്മൾ തരുന്ന സപ്പോർട്ടിംഗ് ടൂൾസ് ഒരു 80% യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് മതി. 80%. പിന്നെ നമ്മുടെ ജെയിംസ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഈ കോഴ്സിന്റെ ശരിക്കും അതിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇതൊരു അവസരമാണ് നമുക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് വെക്കാനുള്ള. ഈ 4 സബ്ജക്റ്റ് 16 മോഡ്യൂൾ കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഉഷാറാവും. നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. നമ്മളും ആരൊക്കെയാണെന്ന് തോന്നൽ നമ്മളിലേക്ക് വരും. അത് തോന്നലല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ജയിക്കാൻ വേണ്ടി എന്നുള്ളതല്ല, നല്ലോണം ഇതിന്റെ യഥാർത്ഥ പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാക്മിലിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ദൈവാധീനം, നിങ്ങളുടെ എഫേർട്ട് കൊണ്ടും ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ടൊക്കെ ഇന്ന് നിങ്ങളുടെ പൈസയെക്കാളിലും നിങ്ങളുടെ ടൈമാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ വാല്യൂ അഡീഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ ഈ ബുക്സിന് വേണ്ടിയിട്ട് തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികൾക്കോ സിബ്ലിങ്സിനോ വേണ്ടി എത്ര രൂപയാണ് നമ്മൾ ശരിക്കും ഒരു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ആ പർപ്പസ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പം പറ്റിയാൽ 4 ബുക്കുകൾ IIBF-ന്റെ മാക്മില്ലൻ ടെക്സ്റ്റ് ബുക്ക് കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ തോൽക്കാനേ തയ്യാറല്ല എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നു. സമയം കിട്ടുമ്പോഴേക്ക് വായിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 4 മാസം കൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ആവും. മാത്രമല്ല അത് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ വഴി JIB പാസ്സാകുമ്പോൾ CIB 1 ടൈം പാസ്സാവും എന്നുള്ള കോൺഫിഡൻസും കാണും. അതിനു വേണ്ടിയിട്ട് അത് JIB-യേക്കാൾ നല്ല സീരിയസ്നെസ് ഉള്ള എക്സാമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവുകയും ചെയ്യും. CIB എക്സാമിന് വേണ്ടിയിട്ട് ആ സീരിയസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവും. കാരണം JIB പറഞ്ഞ ടോപ്പിക്കുകളല്ല CIB-യിൽ, ഓൾമോസ്റ്റ് എല്ലാം സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്കുകളാണ്. നമ്മൾ ബ്രാഞ്ചിൽ ഒരിക്കൽ പോലും കാണാത്ത ടോപ്പിക്കുകൾ ഒട്ടുമിക്കതും വരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷനും കൂടിയാവും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ജയിക്കാമോ IBS-ന്റെ ക്ലാസ് കൊണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും IBS തരുന്ന സപ്പോർട്ടിന്റെ ഒരു 80% യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60% മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരില്ല. ഏതായാലും IIBF ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 80% നമുക്ക് എഴുതാൻ പറ്റുന്നത് തന്നെയായിരിക്കും. 20% ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട 2 എക്സാമുകളിൽ കണ്ടിരിക്കുന്നത് 20% അവർ അങ്ങനെ എഴുതിക്കാൻ അത്ര വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ 80% ക്വസ്റ്റ്യനുകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്താൽ നന്നായിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. യെസ് സാറേ, ഫസ്റ്റ് ടൈം ചെയ്യാണ്. പക്ഷെ 4 പറയൂ. പേപ്പർ ഒന്നിച്ച് ചെയ്യണത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആവുമോ? ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്തേ കൊള്ളാം. യെസ്, അത് നല്ല ചോദ്യം തന്നെയാണ്. ഇതിലിരിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടൊരു മറുപടി അതിന് വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലറിക്കൽ കേഡറിലുണ്ട്, സബോർഡിനേറ്റ് ഇതിലുള്ളവരുണ്ട്, മറ്റ് ഓഫീസേഴ്സ് കേഡേഴ്സിലുള്ളവരുണ്ട്, പല ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പല സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പല ബ്രാഞ്ചിന്റെ പ്രത്യേകത, ബാങ്കിന്റെ പ്രത്യേകത, സെക്ഷൻസിന്റെ പിന്നെ അവിടുത്തെ വർക്ക് ലോഡിന്റെ പ്രത്യേകത, കസ്റ്റമറുടെ പ്രത്യേകത, ഇതെല്ലാം ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ടും എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം. നിങ്ങളെ ഒരു അപ്സ്കിൽ ചെയ്യാനുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് വീണ്ടും ഒരിക്കൽ കൂടെ കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമിനെ പറ്റി, എത്ര മോട്ടിവേറ്റഡ് ആണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ കാണും. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് ഒരിക്കലും അല്ല, അതിനങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ തീരെ നമ്മളൊരു കോൺഫിഡൻസ് അത്ര ഇല്ല, നമ്മൾക്ക് ടൈം ഈ പറയുന്ന രീതിയിൽ കണ്ടെത്താൻ തീരെ പലപ്പോഴും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ വർക്ക് പ്രഷർ അതുപോലത്തെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി വന്നാൽ ഒരു സേഫ് പോളിസി എന്ന നിലയിൽ 2 സബ്ജക്ട് എടുക്കാം. ആ 2 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത 2 സബ്ജക്റ്റിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് 2024 നമ്മൾ മാക്സിമം ഒരു JIB കാരൻ മാത്രമേ ആവുള്ളൂ. 2025 വേണ്ടി നമ്മുടെ CIB ടാർഗറ്റ് മാറ്റിവെക്കും. അപ്പൊ വിചാരിക്കും ഇത്രയും കാലം നമ്മൾ മാറ്റി വെച്ചാൽ ഇനി അല്പം കൂടെ മാറ്റും. അങ്ങനെയും ചിന്തിക്കാം. ഏതായാലും എനിക്ക് പറയാനുള്ളത് ഹെർക്കുലിയൻ ടാസ്ക് അല്ല, ഒരിക്കലും ഹെർക്കുലിയൻ ടാസ്ക് അല്ല. ഇത് ടൈം അലോക്കേറ്റ് ചെയ്ത് ആഡഡ് എഫേർട്ട് എടുക്കണം. നിങ്ങൾ ആഡഡ് എഫേർട്ട് എടുത്തേ പറ്റൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ഡിസയറിനും അച്ചീവ്മെന്റിനും ഇടയ്ക്കുള്ള ഒരു പ്രോസസ്സ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പീരീഡ് ഓഫ് ടൈം അതിന് വേണം. ഇവിടെ നമുക്കൊരു 3 to 4 months ടൈം പീരീഡ് വേണം. അങ്ങനെ ചെയ്താൽ ഇത് ഒരിക്കലും ഹെർക്കുലിയൻ ടാസ്ക് അല്ല. എൻജോയ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. മേ ബി 2-3 സബ്ജക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ പഠിച്ചു വന്നതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അല്പം ഡൈജസ്റ്റ് ചെയ്യാൻ ഇത് വരുമായിരിക്കും. പക്ഷെ അതും കൂടെ ചേരുമ്പോഴും അല്ലേ നമ്മൾ വാല്യൂ അഡീഷൻ അല്ലേ വരുന്നത്. വാല്യൂ അഡീഷൻ വരുമ്പോൾ നമ്മൾ ഉയർന്നു എന്നല്ലേ. അപ്പൊ ആ രീതി കണ്ടാൽ നമുക്ക് അങ്ങനെ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കാം. എനിക്ക് പറയാനുള്ള ഒറ്റ ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല. ബട്ട് നിങ്ങൾ അത് നിങ്ങളുടെ എല്ലാം ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു 100% ഗൈഡൻസ് ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. 2 ടോപ്പിക് എടുക്കുന്ന ഒരു മണ്ടന്മാരാണെന്നോ 2 ടോപ്പിക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി, നിങ്ങളെ ഒരു മോട്ടിവേറ്റഡ് ലെവൽ വന്നാൽ നിങ്ങൾ ടൈം അവൈലബിലിറ്റി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ രീതിയിലായിട്ട് അത് 2 പേപ്പർ വേണോ പിന്നെ 4 ഒന്നിച്ച് എഴുതാമോ എന്ന് തീരുമാനിക്കും. JIB 4 പേപ്പർ ഒന്നിച്ച് എഴുതുന്നത് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ തീർത്തും ടൈറ്റ് ആണെങ്കിൽ 2 പേപ്പറായിട്ട് ചിന്തിക്കുക. അപ്പൊ ഓർക്കേണ്ടത് 50 മാർക്ക് വീതം വേണം ഓരോന്നിനും. മറ്റേതാകുമ്പോൾ നമുക്ക് 3 പേപ്പർ വരെ 45 താപ്പോട്ട് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. രാവിലെ എഴുന്നേക്കണം. രാവിലെ ബാച്ച് ജോയിൻ ചെയ്ത് രാവിലെ ഒരു ദിവസം എഴുന്നേറ്റാ പോരാ. നമ്മൾ കുറേ ദിവസം എഴുന്നേക്കണം. രാവിലെ കുറേ ദിവസം എഴുന്നേക്കണം. അത് എഴുന്നേക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. കാരണം നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ട്രാൻസ്ഫർ വരുന്നു,
10-20 കിലോമീറ്റർ ഇപ്പുറം അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വന്നു, ഒരു 60 കിലോമീറ്റർ അല്ലെങ്കിൽ 70 കിലോമീറ്റർ അപ്പുറം. അപ്പൊ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിയും അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച്, സ്പൗസിനെയും ട്രാൻസ്ഫർ വാങ്ങിച്ച്, നമ്മുടെ കുട്ടികളുടെ പഠനമൊക്കെ അവിടുന്ന് വേറെ സ്കൂളിലോട്ട് മാറ്റി. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു 2-3 കൊല്ലം നമ്മൾ ചെയ്യുന്നത് എന്താ? രാവിലെ നോർമൽ എണീക്കുന്ന സമയത്തേക്കാൾ കുറെ കൂടെ നേരത്തെ എണീക്കും, വീട്ടിലെ ജോലികളൊക്കെ കുറെ സ്പീഡിൽ ചെയ്യും, രാവിലെ നേരത്തെ ഇറങ്ങും, ബ്രാഞ്ചിൽ നമ്മൾ സാധാരണ എത്തുന്നേക്കാൾ മുമ്പിലെത്തും. അത് നമ്മൾ 2-3 കൊല്ലം ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുള്ളവരാ ബാങ്കേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഒരു 3 മാസത്തേക്ക് ഇപ്പൊ എഴുന്നേക്കുന്നതിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് നമ്മൾ സ്ഥിരം എണീക്കുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല. നമ്മൾ എഴുന്നേക്കുന്ന ഒരു 5:45 ക്ലാസ് വന്നിരിക്കുന്നത് അത് തുടക്കം നോളജോടുകൂടി തുടങ്ങാൻ പറ്റിയ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അത് നമുക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഈ JB CAB കൂടി കൊണ്ട് ഏകദേശം അവസാനിപ്പിക്കുന്ന അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ട് തുനിയത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കണം, റെഗുലർ ആയിട്ട് എണീക്കണം, കുറെ ദിവസം നമ്മളോടൊപ്പം വേണം. യെസ്, നമ്മൾ പറഞ്ഞ 9:30 ആണ്, 9:47 ആയി. നിങ്ങൾ ഇത് ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടിയിട്ടുള്ളവര് ഇന്നത്തെ നമ്മുടെ ഈ ഓറിയന്റേഷൻ, കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് ക്ലാസ് തുടങ്ങുന്നു. ഇതെങ്ങോട്ട് നമ്മൾ തന്നെ ഒരു കാര്യപരിപാടിക്ക് പോകുന്ന ഒരു ഫംഗ്ഷന് ഒരു 3 hours പ്രോഗ്രാമാണ്. അതിന്റെ പ്രോഗ്രാം എന്താ നിങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ 100 hours പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് തരിക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ വെച്ചത്. ഇതിന്റെ യൂട്ടിലിറ്റി, ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷനെ പറ്റി ഒരു കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഒന്ന് ഫീഡ്ബാക്ക് കൊടുത്തിട്ട്, അതായത് എങ്ങനെയായിരുന്നു ക്ലാസ്സിന്റെ യൂട്ടിലിറ്റി, എന്താണ് നിങ്ങൾ കാരണം ഇതിൽ നമ്മൾ സബ്ജക്റ്റ് ഒന്നും പഠിച്ചില്ല, എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ഒരു യൂണിറ്റ് പോലും പഠിച്ചില്ല. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല, എല്ലാ ക്ലാസ്സിലും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അടുക്കുകയായിരിക്കും, എക്സാമിന്റെ ടോപ്പിക്കുകളായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ജനറൽ സെഷൻ ആയതുകൊണ്ട് ഈ ജനറൽ സെഷന്റെ യൂട്ടിലിറ്റിയെ പറ്റി നിങ്ങളൊന്ന് വ്യക്തമായി കമന്റ് ചെയ്തിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇൻക്ലൂഡിങ് നമ്മുടെ പാർട്ടിസിപ്പൻസ്, പിന്നെ നമ്മുടെ ഫാക്കൽറ്റി ടീം, എല്ലാവർക്കും അതൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. നിങ്ങളുടെ ഇതൊന്ന് മെൻഷൻ ചെയ്യുക. ഇനി ഡൗട്ട് ഉള്ളവർക്ക് വീണ്ടും ചോദിക്കാം. ഡ്യൂ കോഴ്സ് ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല. നിങ്ങളുമായിട്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ വാട്സപ്പിൽ മാത്രമായിരിക്കും. നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ വല്ലപ്പോഴും ഒന്ന് വന്ന് നിങ്ങളെ ഒരു 3 minutes to 5 minutes, അതിനപ്പുറം നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ഡിസ്കഷൻസോ മറ്റു ഗൈഡൻസോ ആണ്. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം വാട്സപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തും, അതായിരിക്കും ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സമയം ജനറൽ ടോപ്പിക്കുമായിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം വരുന്നുണ്ടാവില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും അറിയാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഉണ്ടാവും. മെമ്പർഷിപ്പിനെ പറ്റിയുള്ള ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ 83 എന്ന നമ്പർ ഇപ്പൊ നമ്മുടെ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. അതെടുത്തിട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളും മറ്റെല്ലാം വേണ്ട ഹെൽപ്പ് ചെയ്തു തരും. അതിന് വേണ്ട എല്ലാ ഗൈഡൻസും ചെയ്തു തരും. നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ഈ പ്രോഗ്രാമിനിടയ്ക്ക് നിങ്ങളെ പലപ്പോഴും വിളിക്കുന്നുണ്ടാവും. അത് ഞാൻ ഇന്ന് പറയാനും വിട്ടുപോയി. നമ്മൾ ചെയ്യുന്ന മറ്റൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഒരു കണ്ടിന്യൂസ് സർവീസ്. നമ്മുടെ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും, മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ തിരക്കിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് പിന്നെ വിളിക്കാമെന്നോ ആ നമ്പർ സേവ് ചെയ്തേക്കുക എന്തായാലും. കാരണം അവർക്ക് നമ്മൾ അങ്ങനെ ഒരു റോൾ കൊടുക്കാറുണ്ട്. നിങ്ങളെയൊക്കെ പല തിരക്കുകൾക്കിടയിൽ ഇതുകൊണ്ട് പഠനം കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ എന്തായാലും വഴക്ക് പറഞ്ഞു കളയരുത്. കാരണം നിങ്ങളുടെ ജയം ആഗ്രഹിച്ച് നിങ്ങളെ അവർ വിളിക്കുമ്പോൾ അവരെ വഴക്ക് പറയാതെ അവരെ അതിനെ എൻകറേജ് ചെയ്യുക. അവര് നിങ്ങളെ ഇടയ്ക്ക് പഠിക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട്, നല്ലതാണോ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ വരെ ആയി, അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ അവരെ എൻകറേജ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ജയം മറ്റൊരാൾ ആഗ്രഹിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിന് വേണ്ട ഒരു എൻകറേജ്മെന്റ് അവർക്കെല്ലാം നിങ്ങളെ വിളിക്കുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും അതിന് റിപ്ലൈ ഒക്കെ ഒന്ന് കൊടുക്കണം. ഓക്കെ, തീർച്ചയായും ഇനിയും ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, കാരണം മറ്റുള്ളവർക്കും പ്രയോജനമാവട്ടെ. സർ, ഈ വീക്കെൻഡ്സിലുള്ള ക്ലാസ് ഏത് സമയത്തേക്കായിരിക്കും ഷെഡ്യൂൾ ചെയ്താവുക? വീക്കെൻഡ്സിന്റെ ആദ്യ ബാച്ചുകളിൽ അത് മോർണിംഗ് ടൈമിലായിരിക്കും വരുന്നത്. അതിനകത്തുള്ള ഡേറ്റ് മോർണിംഗ്, അതൊരു ടൈം ഇൻഫാക്ട് 8 to 9:30. ഹരി ഒന്ന് പെട്ടെന്നൊന്ന് അതിനെ പറ്റി ഒന്ന് പറയാമോ? മോർണിംഗ് ടൈമിൽ 9:30 to 11 up to 1 o'clock. ഹരി ഒന്ന് പെട്ടെന്ന്. ഓക്കെ, താങ്ക്സ്.
ആക്ച്വലി നമ്മുടെ ഈ റെഗുലർ ബാച്ചിൽ നമുക്ക് ഹോളിഡേ രണ്ട് ഹോളിഡേയിലാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ റെഗുലർ ബാച്ച് ഓപ്റ്റ് ചെയ്തവർക്ക് ഈ ബാക്കിയുള്ള ഹോളിഡേസിലൊന്നും നമുക്ക് സെക്ഷൻസ് വരില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് ഏതെങ്കിലും ഫാക്കൽറ്റീസിന് എന്തെങ്കിലും അസൗകര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആണ്. സോ ഈ ഒരു ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം നമ്മൾ നാളെ ഷെയർ ചെയ്യുന്നുണ്ടാകും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഒരു കൺസെന്റ്, ഇപ്പൊ നമ്മുടെ 2 ബാച്ചിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഏത് ബാച്ചാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ട് ഒരു കൺസെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ആ മെസ്സേജ് ഇടുന്ന അനുസരിച്ച് ഓരോരുത്തർക്കും അവർ ഏത് ബാച്ചാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പം അഡ്മിഷൻ ടൈമിൽ എടുത്ത ബാച്ച് ഓപ്റ്റ് ചെയ്തായിരിക്കില്ല ഇപ്പൊ സാറിന്റെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ അത് ഒന്നും കൂടി നിങ്ങളൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസെന്റ് എടുക്കുന്നുണ്ട്. ആ കൺസെന്റിന് എല്ലാവരും കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുക. ആ റിപ്ലൈ ചെയ്യുന്ന ബേസിസിലായിരിക്കും നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് സെപ്പറേറ്റ് ബാച്ചുകൾ ഉണ്ടാകുന്നത്. ആ ബാച്ചിൽ നിങ്ങളെ ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പൊ മറ്റന്നാൾ നമ്മുടെ ക്ലാസ് ഈവനിങ് ബാച്ച് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് 11th മോർണിംഗ് ബാച്ച്. അതിന് മുന്നേ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സിന്റെ നമ്മൾ എങ്ങനെയാണ് ഈ ക്ലാസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു 99% ആക്യുറസി നമ്മൾ ആ ഒരു ടൈം ഷെഡ്യൂളിലായിരിക്കും പോകുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ചേഞ്ചസുകളോ ഉണ്ടെങ്കിൽ പ്രയർ ആയിട്ട് നിങ്ങളെ 2 ദിവസം മുന്നേ നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്തിരിക്കും. നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ത്രൂ വാട്സപ്പാണ്. നിങ്ങൾക്ക് ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഓക്കെ. കൂടാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ടൈമിങ്ങിന് നമ്മുടെ ക്ലാസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ഇപ്പൊ ഈവനിങ് ആണ് 8 to 9:30. അപ്പം 8 to 9:30 എന്ന് പറഞ്ഞാൽ 7:45 ആകുമ്പോൾ നമ്മൾ ലിങ്ക് ഓപ്പൺ ആക്കും. 7:45 ആകുമ്പോൾ കൃത്യമായിട്ട് 8 മണിക്ക് മുന്നേ നമ്മൾ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എന്തായാലും വേണം. അപ്പൊ 8 മണിക്ക് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ 9:30 അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഡിലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡൗട്ട് പിന്നെ കുറച്ച് ഒരു 9:45 10 മണി വരെ പോകും. സോ അത് ഒഴിവാക്കുക. കൃത്യമായിട്ട് 8 മണിക്ക് ക്ലാസ്സിന് ഒരു 15 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സിന് മുന്നേ എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് രാവിലെ മോർണിംഗിൽ 5:45 ആണ്. 5:30 ആകുമ്പോഴത്തേക്കും ക്ലാസ് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവും ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. ലിങ്ക് ഓപ്പൺ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യും. പിന്നെ നിർബന്ധമായും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് കൊടുത്തുകൊണ്ട് തന്നെ വേണം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. കാരണം ചിലപ്പോൾ പോക്കോ ഫോൺ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ഇന്നും ഞാൻ അത് കണ്ടു കുറെ. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ടും നിങ്ങളുടെ പേര് കൊടുത്താണ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് എൻഷുർ ചെയ്യുക. അത് നമ്മുടെ ക്ലാസിന്റെ ആ ഒരു കണ്ടിന്യൂറ്റിക്കും ക്ലാസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് പോകും. കാരണം നിങ്ങളൊരു സംശയം ചോദിക്കുമ്പോൾ ഫാക്കൽറ്റി തിരിച്ച് പോക്കോയോ സാംസങ് ഒന്നും വിളിച്ചിട്ടായിരിക്കത്തില്ല നിങ്ങളോട് റിപ്ലൈ തരുന്നത്. നിങ്ങളുടെ പേരുകളുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഒരു തവണ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ നിങ്ങൾക്ക് അത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങളുടെ പേര് കൊടുത്ത് തന്നെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺസെന്റ് എടുക്കുന്നുണ്ട്. കൺസെന്റ് നാളെയാണ് ഇടുന്നത്. അതിനനുസരിച്ചിട്ട് എല്ലാവരും കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുക. ആ റിപ്ലൈയുടെ ബേസിസിലായിരിക്കും മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നുള്ളത് നമ്മൾ ബാച്ചിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷെഡ്യൂൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാം. ലിങ്കുകളെല്ലാം കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഈവനിങ് ബാച്ചിന്റെ ലിങ്ക് രാവിലെ മോർണിംഗിൽ ഇടും. ഈ മോർണിംഗ് ബാച്ചിന്റെ ലിങ്ക് വൈകിട്ടത്തെ ഈവനിങ് ബാച്ചിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതായത് 9:30 ഒരു 9:30-ക്കും 10-നും ഇടയ്ക്കായിരിക്കും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു അറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ഒരാഴ്ചയോ 2 ആഴ്ചത്തേക്കല്ല വേണ്ടത്. നമ്മുടെ മോട്ടിവേഷൻ നമുക്കൊരു 4 മാസത്തേക്ക് വേണം. 4 മാസം കുറച്ച് സാക്രിഫൈസും തയ്യാറാവുക. അതുകൊണ്ട് വലിയ നേട്ടങ്ങളല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആരണ്ട് പറഞ്ഞു വിട്ട് എന്താ ആരണ്ട് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു പോപ്പുലർ സേയിങ് അല്ലേ, നോ പെയിൻ നോ ഗെയിൻ അല്ലേ? നമ്മള് എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. അഡീഷണൽ എഫേർട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോ അഡീഷണൽ എഫേർട്ടിന് വേണ്ടിയിട്ട് തയ്യാറാവുക. നമ്മളോടൊപ്പം ഇത്തവണ നിൽക്കുക. നമുക്ക് ഇത് കൂട്ടായിട്ട് ഇതൊരു ഗ്രാൻഡ് പ്രോഗ്രാം ആക്കി മാറ്റും. അതിന് നിങ്ങളെ നല്ല സഹകരണം വേണം. വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു മോട്ടിവേഷന്റെ ചോർച്ചയുണ്ടെങ്കിൽ നമുക്ക് ആറ്റ് ടൈമിൽ വിളിച്ച് നമുക്ക് ശക്തമായ മോട്ടിവേറ്റേഴ്സിനെ വിളിച്ചൊന്ന് വേണമെങ്കിൽ റീബൂസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളുണ്ട് നിങ്ങളോടൊപ്പം എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ ഗൈഡൻസ്, സപ്പോർട്ട്, പ്രയേഴ്സ് എല്ലാത്തിലും ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇത്രയും പേരുള്ളപ്പോൾ നിങ്ങൾ തോൽക്കാൻ പാടില്ല. പക്ഷെ അത് വെറുതെ അങ്ങ് ജയിക്കാമെന്നുള്ള അങ്ങനെ ആഗ്രഹിക്കുന്നവരും വെറുതെ അങ്ങ് ബാങ്കിന്റെ കോടികൾ വാങ്ങാമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അത് ഒരു ബാങ്കറിന് ചേർന്നതുമല്ല.
നമ്മുടെ ഒരു എത്തിക്സിന് ചേർന്നതല്ല. അതുകൊണ്ട് ഇവിടെ എത്തിക്സ് ഇൻ ബാങ്കിങ് ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പ്രിപ്പറേഷന് വേണ്ടി തയ്യാറായിക്കോ. 4 മാസം നമുക്ക് JIB, അത് കഴിഞ്ഞാൽ ഒരു 2 മാസം റെസ്റ്റ്, എക്സാം കഴിഞ്ഞ് ഒരു 1.5 മാസം റെസ്റ്റ്, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ CIB ടേക്കപ്പ് ചെയ്യും. CIB ടേക്കപ്പ് ചെയ്ത് 1 ടൈം എഫേർട്ട് നമ്മൾ CIB കംപ്ലീറ്റ് ചെയ്യും. 2024 നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വർഷമായിട്ട്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇന്ന്, അത് വിട്ടുപോയി. ഈ കോഴ്സ് ചെയ്യുമ്പം ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങളുടെ വീട്ടുകാരെയും കൂടെ ഒന്ന് അറിയിക്കണം. ഞാൻ ഈ കോഴ്സ് എന്തിനു ചെയ്യുന്നു എന്ന് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, നിങ്ങളുടെ സ്പൗസിനെ എസ്പെഷ്യലി ഒന്ന് അറിയിക്കണം. ഇതുകൊണ്ടത് ഗുണം എന്താണ്. എന്നാൽ നമുക്ക് ഇച്ചിരി മോട്ടിവേഷൻ കുറഞ്ഞാൽ അവർ നമ്മളെ ക്ലാസ്സിൽ പിടിച്ചിരുത്തും. അവർ നമ്മളെ കൊണ്ടുവന്ന് ചെവിക്ക് പിടിച്ച് നമ്മളെ ക്ലാസ്സിൽ കൊണ്ടിരുത്തും. കാരണം ഇത്രയധികം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ധാരാളം. അതിന്റെ ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, അതിനെ ജയിക്കുന്നതിനെ പറ്റി പറയുന്നു, വൈഫ് ഹസ്ബൻഡിനെ നിർബന്ധമായിട്ട് കൊണ്ടിരുത്തി പഠിപ്പിക്കുന്നു. ചിലപ്പോൾ വൈഫായിരിക്കും വിളിക്കുന്നത്, ഒരു പക്ഷെ ബാങ്കർ ആകാം അല്ലെങ്കിൽ നോൺ ബാങ്കർ ആകാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തെ എഫേർട്ട് കൊണ്ട് ഒരു 10-60 ലക്ഷം രൂപയെങ്കിലും ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കോഴ്സ് വേണ്ടാന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ സ്പൗസിന് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ സിമ്പിൾ ആണ്. എഫേർട്ട് എടുക്കുന്നത് നമ്മളാ, അതിന്റെ ഗുണം കിട്ടുന്നത് സ്പൗസിനും കൂടിയാണ്. അപ്പൊ എന്താണ്, എഫേർട്ടുകൾ എടുക്കാതെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മാത്രം നമുക്ക് ആ ബെനിഫിറ്റ് ഫിനാൻഷ്യൽ പോസിറ്റീവായിട്ട് കിട്ടുന്നത് നമ്മുടെ സ്പൗസൊക്കെ അവർ നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും അവരെയും കൂടെ ഒന്ന് അറിയിച്ചേക്കുക. ഞാൻ അടുത്ത 4 മാസം കുറച്ച് ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ ഔട്ടിങ്ങും മറ്റു കാര്യം ചിലപ്പോൾ പഴയ പോലെ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത്തിരി ഫോക്കസ് ചെയ്യുകയാണ്. അൾട്ടിമേറ്റ്ലി ഇത് ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഞാൻ ഇതിന്റെ മോണിറ്ററി ബെനിഫിറ്റ് ഇത്ര ഹ്യൂജ് ആണ്. അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ ടൈമിൽ ഇത്ര ബെനിഫിറ്റ് ഉള്ള അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തേക്കണം. അപ്പം നമ്മളെ അവർ പിടിച്ചിരുത്തി ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പൊ അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും അതിനകത്ത് തികച്ചും ഒരു ട്രൂത്ത് ഉണ്ട്. അപ്പം അങ്ങനെയും കൂടി ചെയ്യും. ഓക്കെ, റഹ്മാൻ സർ എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും സൂചിപ്പിക്കാനോ വിട്ടുപോയതോ എന്തെങ്കിലും? സമയം ഒരുപാടായി നമ്മുടെ ക്ലാസ്സിൽ. ഒന്നും വിട്ടുപോയിട്ടില്ല. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുമല്ലോ, സാർ ഇടയ്ക്ക് ഉണ്ടാവും. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ മാത്രമേ വരുള്ളൂ. Once again, I wish everybody success in the JIB exam. So എനിക്ക് വളരെ കമന്റ്സ് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഐ തിങ്ക് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്ത പോലെ ഉണ്ട്. പലരും താങ്ക് യു ഫോർ ദ ഗുഡ് കമന്റ്സ്. അത് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. നിങ്ങളെ പോകുന്നതിന് മുമ്പ് എല്ലാവരും അവരൊരു കമന്റ്, അത് 1 ലൈൻ ആയിക്കോട്ടെ, മൾട്ടി ആയിക്കോട്ടെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ പ്രമോദ് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് പറഞ്ഞു, we will clear the JIB May exam. Yes. നമ്മുടെ ഡിറ്റർമിനേഷൻ ആണ്. ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ ഡിറ്റർമിനേഷന്റെ ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് നടക്കും. ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമില് നമ്മൾ എടുക്കാൻ പോകുന്ന എക്സ്ട്രാ എഫേർട്ടിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡിറ്റർമിനേഷൻ എപ്പോഴും ഒരു എക്സ്ട്രാ എഫേർട്ടിന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്, നമ്മളോടൊപ്പം ഒരു ടൈം പീരീഡ് നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം. അതാണ് വി ആർ ടുഗദർ. ഈ ജേർണിയിൽ നമ്മൾ ഒരുമിച്ചാണ്. നമുക്ക് എല്ലാവർക്കും വിജയമാണ് വേണ്ടത്. അപ്പം ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ആൻഡ് സതീഷ് അപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഗുഡ് നൈറ്റ് ടു ഓൾ. Thank you to all the faculty. Thank you to all the partners. Have a sound sleep. Thank you, sir. Dream to succeed. Yeah, sure. Okay. So വീണ്ടും അപ്പൊ 11-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതി ക്ലാസ് റൂമിൽ നാളെ രാവിലെ ടൈം ടേബിൾ നിങ്ങളിൽ അവൈലബിൾ ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ 4 പേപ്പർ ഉള്ളവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നോക്കാം, ആ 4 പേപ്പറിൽ ഇന്ന പേപ്പർ ഇത്രയും കൂടെ ഇതാണ്, അപ്പൊ ആ പേപ്പറിലോട്ട് നമ്മൾ ആദ്യമേ തുടങ്ങിയാലോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. രാവിലെ എണീക്കുന്ന 5:45 ആര് എണീക്കും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് എണീറ്റിട്ടുണ്ട്, ഒത്തിരി തവണ എണീറ്റിട്ടുണ്ട്. അപ്പൊ ഇനി എണീക്കാം. ഒരു ബാങ്കറായ പിന്നെ അങ്ങനെ എണീക്കുന്ന വിഷയം, പഠിക്കാൻ വേണ്ടി എണീക്കുന്ന നാണക്കേട് ഒന്നും ചിന്തിക്കേണ്ട. പഠിക്കുന്നത് എപ്പോഴും ഏത് പ്രായത്തിലും അതിനൊരു മെറിറ്റ് തന്നെയുള്ളൂ. ആരും അതിനെ തെറ്റായിട്ട് ഇപ്പൊ യാത്ര ചെയ്യുന്നു, ചിലർ വിചാരിക്കും 3 മണിക്കൂറൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇന്ന് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന പലരും നമുക്ക് കാണാം, അസൈൻമെന്റുകൾ ചെയ്യുന്നു, കുറെ പേര് കുറെ ഇത് ചെയ്യുന്നു, കുറെ ക്ലാസ്സുകൾ കേൾക്കുന്നു. അപ്പൊ ഒന്നും നാണക്കേടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. പണ്ടങ്ങനെ അല്ലായിരുന്നു. ട്രെയിനിലൊക്കെ ബസ്സിലൊക്കെ ഇന്ന് വായിക്കുമ്പോൾ അയ്യോ ഈ പ്രായമുള്ള ആൾ ഇന്ന് വായിക്കുന്നോ എന്നൊക്കെ. ഇന്നിപ്പോ അങ്ങനൊന്നുമില്ല. നാണക്കേടെന്നൊരു സബ്ജക്റ്റേ ഇല്ല. നമ്മള് യാത്ര ഒരുപാടുള്ളവരാണെങ്കിൽ അതും നമ്മുടെ പോസിറ്റീവായിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് വീണ്ടും ആ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ ടൈമിൽ നമ്മൾ പർപ്പസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ ഇതിലേക്ക് നീങ്ങാം. ഓക്കെ, റൈറ്റ്. സീ യു ഓൾ. Thank you.
Thank you all. Good Thank night. you all. Good night. Good night. Thank you so much, sir.